ആഹാ ഇന്ന് ഉണ്ണിയേട്ടനാണല്ലോ ഫസ്റ്റ്. നീ ഇന്ന് നേരത്തെ അല്ല അടി ഉണ്ടാക്കിയിട്ട് വന്നാണോ? ശ്രീകുട്ടൻ അമ്മയോട് നാട്ടിലോട്ട് പോയേക്കാം. എൻ്റെ മാളു, നിനക്ക് അവൻ തന്നെ വേണമെന്നില്ലല്ലോ തല്ലുണ്ടാക്കാൻ. നോക്കണ്ട, ബുധനാഴ്ച പാർക്കിംഗ് ഒന്നും തല്ലുണ്ടാക്കില്ല ഒരു പയ്യനായിട്ട്. നീ എങ്ങനെ അറിഞ്ഞു? ഞാൻ അന്ന് തന്നെ അറിഞ്ഞിരുന്നു. പിന്നെ നീ ഇന്നിവിടെ വരുമ്പോൾ ചോദിക്കാൻ വെച്ചിരുന്നേ. അല്ല, എന്തായിരുന്നു ആ ഭവതി കോപിക്കാനുള്ള കാരണം? അതൊക്കെ സോൾവ് ആയി, അതൊന്നും കാര്യമൊന്നുമില്ല. എവിടെ പോയാലും ഓവറാക്കി ചളായിക്കൊള്ളണം. ഇതൊക്കെ ഒരു രസമല്ലേ സഞ്ജു? ആ രസിച്ചോ, പക്ഷെ കരഞ്ഞോണ്ട് ഇങ്ങോട്ട് വരാണ്ടിരുന്നാൽ മതി. നീ പോടാ, ഞാനൊന്നും കാര്യമില്ല. ഇല്ലല്ല, ഞാൻ വന്ന കാര്യം ഗ്രൂപ്പിലിട്ടുണ്ട്. ആ ആഹാ, നീ നേരത്തെ അടി തുടങ്ങിയാ? എന്താണ് ഷെഫ് സ്പെഷ്യൽ? അതൊക്കെ ഉണ്ട് മോളെ, നീ ഉണ്ടാക്കി വരുമ്പോൾ കണ്ടോ. ആയിക്കോട്ടെ. ആ അപ്പാർട്ട്മെന്റ് ഷെയറിങ്ങിൻ്റെ കാര്യം നോക്കണം. 2-3 റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്. ശരി, അവൻ പോയിട്ട് എത്ര നാളായി? 2 ആഴ്ചയാ? 2 അല്ല 3. നീ എനിക്ക് ചെറുതെന്ന് ചോദിച്ചാ. എന്നാ പിന്നെ ഞാനും 2 അടിച്ചാലോ? അടിച്ചോ. എവിടെ എൻ്റെ വൈനെവിടെ? ഫ്രിഡ്ജിൽ കാണും. ഓക്കേ. അയ്യോ, ഇതിന്റെ ബാക്കി എന്തിയേ? ഏത് ബാക്കി? ഞാൻ ഇത്രേ കുടിച്ചിട്ടുള്ളൂ. അയ്യോടിയേ, അന്ന് വന്ന് മടമടാന്ന് അടിച്ച ഓർമ്മയില്ല അല്ലേ? ഞാനോ? അല്ല ഞാൻ. എന്ത് കഷ്ടാണിത്, എനിക്ക് ഇതുകൊണ്ട് തികയില്ല. ബഹളം വെക്കണ്ട, സാധനം വേറെ ഉണ്ട്. എനിക്ക് പിന്നെ അത് അറിഞ്ഞൂടെ? എന്നിട്ട് എത്ര എൻക്വയറീസ് വന്നു? എടീ, ഒരു 7 എൻക്വയറീസ് ഉണ്ട്. നമ്മളെ നല്ല സിംഗാവുന്ന ഒരാളെ കിട്ടിയ കൊള്ളായിരുന്നു അല്ലേ? അത് ശരിയാ, കഴിഞ്ഞ പ്രാവശ്യത്തെ ജെയ്സൺ അത്ര പോരായിരുന്നു. ഇനി നമുക്ക് ആ റൂം പോകും പിള്ളേർക്ക് വല്ലതും കൊടുത്താലോ? അതിന് പെൺപിള്ളേരൊക്കെ വരുമോ? ആ, എൻക്വയറി വന്ന് 2-3 പിള്ളേരൊക്കെ ഉണ്ട്. പെൺപിള്ളേരൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുവോ? എടി, അത് പുറത്തോടെ ഒരു റേഞ്ചും ട്രസ്റ്റ് ഒക്കെ അനുസരിച്ചിരിക്കും. നീ ഇപ്പൊ നമ്മളോട് ഇങ്ങനെ ഇരുന്ന് 2 കടിച്ചു കരിക്കാറില്ലേ? ഇത് പേടിയുള്ളവര്, താല്പര്യമില്ലാത്തവര്, ഇതൊക്കെ ഒത്തു വന്നാലും സാഹചര്യം ഇല്ലാത്തവരൊക്കെ ഉണ്ടാവും അല്ലേ? അത് ശരിയാ. ഇപ്പൊ എന്റെ വീട്ടിലും അച്ഛൻ അറിഞ്ഞ സീന. പക്ഷെ ശ്രീകുട്ടനും വെച്ചില്ലായതുകൊണ്ട് കുഴപ്പമില്ല, ഇങ്ങനെ ചില്ലായി പോടും. എടി, ശ്രീ ഇവിടെ വന്നിട്ട് കുറെ കാലമായല്ലോ. നീ ഒന്നും വിളിച്ചേ? എന്തിനാ എല്ലാത്തിനും കൂടെ എന്നെ പഞ്ചിക്കാനാ? നീ അതിനനുസരിച്ച് ഓരോ ഉണ്ടാക്കുന്നുണ്ടല്ലോടി. നീ ഒരു കാര്യം ചെയ്യ്, ഇനി മട്ടൻ ഉണ്ടാക്കുമ്പോ അവനെ വിളിച്ചാ മതി, എവിടെയാണെങ്കിൽ പറന്നു വന്നോളൂ. എന്തുവാടി? അതല്ല, എന്ത് വിശ്വാസത്തിൽ ഇവിടെ പെൺപിള്ളേരെ കയറ്റി താമസിപ്പിക്കുന്നതാണ് ഞാൻ ഈ ആലോചിക്കണേ. എന്റെ അപ്പാർട്ട്മെന്റ് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. നീ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? അപ്പൊ അമ്മമാരൊക്കെ നീ എന്ത് ചെയ്യും? കത്തിക്കോ? അതാണ് മോനെ, ഇനി പെൺപിള്ളേരും കൂടെ ഇവിടെ താമസിച്ചാണ്ടല്ലോ, അവന്മാരെ ഇവിടുന്ന് ഒഴിപ്പിക്കാൻ വല്ല കൂടോത്രം ചെയ്യേണ്ടി വരും. അത്രക്ക് ചീപ്പല്ല ആർട്ടിസ്റ്റ് ബേബി. കണ്ട, പെണ്ണെന്ന് കേട്ടു പറന്നു വന്നു. ഈ ടോണിയെ പേടിച്ച് ഇവിടെ പെണ്ണുങ്ങളാരും ബാൻ ചെയ്യൊന്നും വേണ്ട. ഞാനേ ഒരുപാട് പെണ്ണുങ്ങളെ കണ്ടിട്ടുള്ളേ. അത് ശരി കേട്ടോ. ഇപ്പൊ കണ്ടത്ര പെൺപിള്ളേരും കണ്ടിട്ടാവില്ല. കണ്ടിട്ടല്ലേ ഉള്ളൂ. നിങ്ങളുടെ ഈ കളിയാക്കലൊന്ന് നീ ആദ്യം നാളെ കാണത്തൊന്നുമില്ല. എന്തുവാടാ, നീ ഇതൊക്കെ നിർത്തി സന്യസിക്കാൻ പോണോ? വീട്ടിൽ ടോണി, ഞാൻ നിനക്കൊരു പെൺകുട്ടിനെ സെറ്റാക്കി തരാം. ആരും ഒന്നും ചെയ്യണ്ട. It's just a matter of a few days. രണ്ടേ ഉണ്ടാകും. കൊള്ളാം കേട്ടോ. ഇതെവിടുന്ന്? അതെ മാളു, ഈ പെമ്പിള്ളേരോടെ കൊണ്ട് താമസിപ്പിച്ചാൽ മിക്കവാറും നിനക്ക് പണിയാവും കേട്ടോ. എന്താ? നീ അവരായിട്ട് ചെയ്യത്തില്ല. അത് തന്നെ ഒരു പഴഞ്ചൊല്ലുണ്ടായിരുന്നല്ലോ, 2 തല തീർന്നാലും. ടോണി, വെറുതെ അല്ലടാ നിന്നെ പച്ചാളം തന്നെ വിളിച്ചോണ്ടിരിക്കുന്നത്. കൂട്ടുകെട്ടിന്റെ ദൂഷ്യഫലങ്ങൾ. എടീ, വരുന്നവർ മിക്കവാറും നിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. നീ അവരെ മെക്കിട്ട് കയറാൻ പോയിട്ട് ഇവിടെ അവസാനം കൂട്ട തല്ലാവുകയുള്ളൂ. ഞങ്ങളെ ആരുമായിട്ട് സെറ്റാകുന്ന ടൈപ്പ്. പക്ഷെ നീ ഉണ്ടല്ലോ, നീ അലമുണ്ടാക്കലെന്നാണ് സഞ്ജു ഉദ്ദേശിച്ചത്. ഞാൻ
അത്ര കുഴപ്പക്കാരിയാണോ? അയ്യോ നീ കുഴപ്പക്കാരിയല്ല, നീ നല്ല സാമാന്യം ഭേദപ്പെട്ടൊരു തല്ലുകൊള്ളിയോ. അയ്യോ ഞാൻ എന്ത് ചെയ്തു? അയ്യടാ നിഷ്കളങ്കത വഴിഞ്ഞൊഴുകിയതാ ചുണ്ടിന്റെ ഇവിടെ എത്തി. തുടച്ച് കള്ള. സഞ്ജു നീ നമുക്ക് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രൊഫൈൽസ് കാണിച്ചാ? അതിന്ന് പാകമുള്ള ഒരു സെറ്റ് ആക്കിയിട്ടാണ് കൂടെ കിടന്നത്. ഇങ്ങോട്ട് കൊണ്ടുവരാൻ പഴാണല്ലോ പാകാവൻ. ഞാൻ ഉദ്ദേശിച്ചത്. സഞ്ജു നമുക്ക് നല്ല അടക്കോ ഒതുക്കോ ഒക്കെ ഉള്ള ഒരു പാവം കുട്ടീനെ സെലക്ട് ചെയ്യാവേ. നിന്നപ്പോ ഉള്ളതെന്നിരിക്കില്ല നീ പറഞ്ഞു വരുന്ന. ഇതിനകത്താണ് തയ്ക്കാൻ പോയി. സത്യം. ഫൈസ് വരട്ടെ, ഫൈസ് വന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ഇവിടെ പെൺകുട്ടികൾ വരണോ വേണ്ടയോന്ന്. ഇക്കാര്യത്തില്ലേ അവന്റെ തീരുമാനം ഞാൻ പറയാം. പെണ്ണ് മതി. പറഞ്ഞ പോലെ വരേണ്ട സമയമായല്ലോ. പുതിയ ആരെങ്കിലൊക്കെ പരിചയപ്പെട്ട് കാണും. ഇതിന് മാത്രം എവിടെ നിന്ന് കിട്ടുന്നു? നിനക്കെന്താ അവൻ എന്തേ കാണിക്കട്ടെ? നല്ല അസൂയുണ്ടല്ലേ? പിന്നെ അസൂയ? എനിക്കെന്താ അസൂയ? നിനക്കോ? എനിക്ക് പിന്നെ പണ്ടേ ഈ കാഷ്വൽ ഡേറ്റിങ്ങിനും കാര്യങ്ങൾക്കൊന്നും താല്പര്യമില്ല. ക്യാഷ് ഡേറ്റിംഗ് അല്ല നല്ലത്. അതാവുമ്പോ കാണണം, കൊണ്ടുവരണം. നിന്റെ അടുത്ത് ഞാൻ അതേ പ്രതീക്ഷിക്കുന്നുള്ളൂ. അതെ നീ പ്രൊഫൈൽസ് ഒക്കെ നോക്കി. ഇതിലെ ഇൻസ്റ്റാഗ്രാം ഉള്ള ആരെങ്കിലും ഉണ്ട്? ഇല്ല, റേഷൻ കാർഡിലുള്ള പലരും ഉണ്ടാവും. ഓ ചോളി. നീ ആദ്യം ഇത് കഴിക്ക്, സ്റ്റോറി ടെല്ലിങ്. പിന്നെ നാളെ നീ ഫ്രീ ആണോ? ഫ്രീ ആണ്. ഒന്നിട്ട് ഇതേ ലുക്ക് പിടിക്കാൻ പറ്റുമോ? പിന്നെ ഉറപ്പാണോ? ഉറപ്പ്. അപ്പൊ സെറ്റ്. നാളെ ഒരു ടീമിനെ പരിചയപ്പെടുത്താം. ടീമാടാ നമ്മുടെ ജംഗ്ഷനിൽ സ്റ്റുഡിയോ നടത്തുന്ന സുബുച്ചേട്ടൻ. നിന്റെ ഫോട്ടോ കണ്ടായിരുന്നു സുനിച്ചേട്ടൻ എടുത്ത. 35 ലൈക്ക് വാങ്ങിച്ച് വന്നിരിക്കുക. 35 40 35 ഞാൻ കണ്ടായിരുന്നു. കുറഞ്ഞ കൂടി. അളിയ അപ്പൊ ഒരു ചേച്ചി അടിക്കല്ലേ? പിന്നല്ല. എടി നിന്റെ ആ കൂതറ വൈൻ ഇങ്ങടുത്തെ. അയ്യടാ വൈൻ എനിക്കുള്ള. എന്റെ പൊന്നോ നിനക്കൊഴിച്ചു തരാന്ന് തന്നെയാണ്. അപ്പൊ തുടങ്ങിയാലോ? ഇപ്പൊ ഒരു മൂടായില്ലേ? ഇനി പറയാം. ഞാനേ ആ ജനറ്റിന്റെ വീട്ടിലായിരുന്നു. എന്നിട്ട് നീ കണ്ട തുടങ്ങി പാട് നോക്കി. വെളിച്ചപ്പാടായിരിക്കും. വിളിച്ചപ്പാടല്ലടാ, കടിച്ചപാട്. ഞാൻ അവളോട് കടിക്കണ്ടെന്ന് പറഞ്ഞതാ. കടി എന്നൊക്കെ പറഞ്ഞാലോ, കടിയോട് കടി. ഇതാണ് മോനെ കടി. അളിയാ നിന്റെയൊക്കെ തല വരച്ച പാട് എന്റെ എവിടെയും വരച്ചിരുന്നെങ്കിൽ. ദേ മാളു ഇനിയുണ്ട്. എനിക്ക് കാണണ്ട. എനിക്ക് പോയി. മക്കളെ സ്പെഷ്യൽ ബീഫ് വിഷമാണല്ലോ. കഴിച്ചോക്കെ. പൊളി. വീടിനായിട്ടും ആ പിന്നെ എല്ലാവരും അടിച്ച് ഓഫ് ആവുന്നതിന് മുമ്പേ അപ്പാർട്ട്മെന്റ് ഷെയറിംഗിന്റെ കാര്യം. ആ വെരി ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്. എന്തോന്ന് ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്ക്? ആ ജയിച്ചനെ പോലുള്ള ഊളുകൾക്ക് കൊടുക്കാനല്ലേ? വല്ല നല്ലവർക്ക് കൊടുക്കാൻ നോക്കടപ്പ. എടാ ഇത്തവണ സെലക്ഷൻ പ്രോസസ് ഒക്കെ ഉണ്ട്, ചില്ലറ കളിയൊന്നുമല്ല. ആ ഞങ്ങൾ കുറെ പേര് ഷോർട്ട് ലിസ്റ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നവർക്കാണ് നമ്മൾ റൂം ഷെയർ ചെയ്യുന്നത്. ആയിക്കോട്ടെ. അതെ അങ്ങനെ ആയിക്കോട്ടെ എന്നല്ല, നീ ഉണ്ടാവണം ഇവിടെ ആ ഒരു സ്പേസ് കാണാൻ വരുമ്പോ. ഞാനൊന്നുമില്ല, ബോറ് പരിപാടി എന്നെ കിട്ടൂല. ഓ അവനെ ആരും നിർബന്ധിക്കൊന്നും വേണ്ട. നമ്മളൊരു തിരക്കുള്ള മനുഷ്യനല്ലേ. എന്നാ ആയിക്കോട്ടെ, ഇപ്പം വേണ്ട. ഓക്കെ പെമ്പിള്ളാരുടെ കാര്യത്തിൽ ഞാനാണ് ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത്. അല്ലെങ്കിൽ പള്ളിപ്പോയി പറഞ്ഞാൽ മതി. അതെ കൂടെ പൊറുക്കാൻ പോകുന്ന ഞാനാണ്.
ഫൈനൽ ഡിസിഷൻ ഞാൻ എടുത്തോളൂ. ഒരു മിനിറ്റ്. അല്ല ഇപ്പം പിള്ളേരായിരുന്നു പറയുമ്പോ എടാ അതെന്താണെന്നറിയോ, അല്ലെങ്കിൽ വേണ്ട, നമുക്കത് പിന്നെ ഡിസ്കസ് ചെയ്യാം. പറടാ, ഒന്ന് പറടാ. വേണ്ടടാ, ബോറ് പരിപാടി അല്ല, നീ കേൾക്കണ്ട. ഒന്ന് പറടാ. അയ്യാ ഒന്നുമില്ലടാ, അപ്പാർട്ട്മെന്റ് ഷെയർ ചെയ്യാൻ വന്ന് 3-4 പേര് നമ്മൾ ഷൂട്ട് ലിസ്റ്റ് കേട്ടുണ്ട്. അവരോട് വരാൻ നേരത്ത് നമുക്കത്തെ വൈബ് അത് നോക്കും, അത്രേ ഉള്ളൂ. പിന്നെ മാന്യത, മര്യാദ, അന്തസ്, ഓജസ്, തേജസ് ഇതേ പൊയ്ക്കോണം. എടാ എന്നിട്ട് നമ്മൾ അവരുടെ കൂടെ ഒരു 2-3 പേര് കടിച്ച് നമ്മളായിട്ട് എങ്ങനെ സെറ്റ് ആവും നോക്കും. ഏറ്റവും സിങ്ക് ആവുന്ന ആളെ നമ്മൾ ഉറപ്പിക്കും. അതെ. ഇത് ഫിക്സ്, അടിപൊളി പരിപാടി. പക്ഷെ നീ ഇല്ല. നീ വലിയ തിരക്കുള്ള ബെടാ പാർട്ടിയല്ലേ, വേണ്ടടാ. അതെ, ഇത് നമ്മുടെ കൂടി വീടല്ലേ, ഇവിടെ ഇത്രയും നല്ലൊരു ചടങ്ങ് നടക്കുമ്പോ അതാ പറഞ്ഞ വേണ്ട. എന്റെ പൊന്നൊന്ന് ക്ഷമിക്കടാ. പട്ടി ഷോ കാണിച്ചതിന് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. പട്ടി ഷോ കാണിച്ചതിന് ക്ഷമിക്കണം. Cheers അടിക്കടാ. Hi, Sanjay? Yeah, Shiga, right? Yes. Yeah, very. Hi, Shika. മാളവിക. ഇവളുടെ പേര് മാളവിക എന്ന് പറഞ്ഞല്ലേ? ശീലമായി. വരൂ, ഇരിക്കും. ഷിക എവിടെയാ വർക്ക് ചെയ്യുന്നത്? ഞാൻ ആക്ച്വലി ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയിലാണ്. ഇപ്പോൾ റീസെന്റ് ആയിട്ട് കൊച്ചിയിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഓ ഓക്കെ. വീട്ടിലാരൊക്കെ ഉണ്ട്? എന്റെ പാരന്റ്സ് ഒക്കെ ആക്ച്വലി ഡൽഹിയിലാണ്. അപ്പൊ തറവാട് എവിടെയാ? പാലക്കാട്. പാലക്കാടാണെങ്കിൽ ഒറ്റപ്പാലം. അതെങ്ങനെ മനസ്സിലായി? അല്ല ഈ തറവാട് എന്നൊക്കെ പറയുമ്പോ പാലക്കാട്, ഒറ്റപ്പാലം, ചെറുപ്പളശ്ശേരി. പാലക്കാടാണ്, പക്ഷെ ഒറ്റപ്പാലല്ല. അപ്പൊ ചിറ്റൂരായിരിക്കും. ആ, ചിറ്റൂര്. ഈ പാലക്കാട് എന്താണ് തറവാടല്ലേ? പക്ഷെ എനിക്ക് ഈ കുട്ടിയെ ഭയങ്കര ഇഷ്ടമായിടാ. എനിക്കിഷ്ടം. എന്താടാ? എന്ത് പറ്റി? ഒന്നുമില്ല. ഓ, എനിക്കൊരു അത്യാവശ്യ കോൾ വരുന്നുണ്ട്. ഐ ഹാവ് ടു അറ്റൻഡ്. വേണം ബാൽക്കണി പോയിക്കോളൂ കേട്ടോ, ഇത് അവിടെയാണ്. ഓ, അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇവള് മതി, ഇവള് സെറ്റാ. എനിക്കൊരു സംശയമില്ല, എനിക്ക് ഇവിടെ തന്നെ മതി. എന്താ നിന്റെ അഭിപ്രായം? സാർമാർ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞില്ലേ, ഞാൻ എന്ത് പറയാനാ? പിന്നെ ഈ വീടൊക്കെ ഒന്ന് മെച്ചപ്പെടുകയാ. അതെ, ഈ വീടിനിപ്പോ എന്തൊരു കുഴപ്പം? നീ ഒന്ന് അവളെ നോക്കിയേ, എന്താ ഒരു എലഗൻസ്, എന്തൊരു സൗന്ദര്യം. പെണ്ണിന്റെ സൗന്ദര്യം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഇതാ. അല്ല മാളുവിന്റെ അത്രയും ഇല്ലെങ്കിലും അല്ലേ സഞ്ജയ്? എനിക്കറിയാൻ പാടില്ല, എന്താ ചാളോട് പഠിച്ചു. എടാ നീ അവളൊരു എടുപ്പ് നോക്കിയേ, ആ ഒരു സൗന്ദര്യം. പച്ചോളം പ്ലീസ്. ഇപ്പോഴെങ്കിലും ഒന്ന് കോഴിയാവരുത് പ്ലീസ്. ദേ, ഞാനൊരു കാര്യം പറയാം. ആ പെൺകുച്ച് വന്ന് കേറിയപ്പോ മുതൽ നിങ്ങൾ രണ്ടും ഓവറാണ്. ഓവർ എന്നൊക്കെ പറഞ്ഞ ഓവറിന് പോലും നാണക്കടായി പോകും. എന്താണിത്? നമുക്ക് നമ്മുടെ അഭിപ്രായം പറഞ്ഞു. നിനക്കെന്താ? ടോണി, നീ വൻ അലമ്പാണേ. നീ ഇത്തിരി ഓവറാ. അപ്പൊ നീയാ? നീയാണ് ഇത് ആദ്യം തുടങ്ങിയത്. ഞാനൊരു കാര്യം പറയാം. ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാണ്, സഞ്ജുവാണ്. ഞാൻ പറയാം, എനിക്കിത് കണ്ടിട്ടൊരു ഡീസന്റ് പട്ടിയിട്ട് തോന്നി. എനിക്കും ഇഷ്ടമായി, നല്ലൊരു കൊച്ച്. ഇതേനല്ലേ ഞങ്ങളും പറഞ്ഞ. അതെ, പറയുന്നതിനൊക്കെ ഒരു രീതിയുണ്ട്. ഒരു ഭാഷാശുദ്ധി എന്ന സാധനം അതൊക്കെ വേണം. അതെ, നമുക്ക് നമ്മുടെ വൈബ് ഒന്ന് ടെസ്റ്റ് ചെയ്യണ്ടേ? അത് വേണോ? വേണോ? ബാൽക്കണിയൊക്കെ ഇഷ്ടായോ? ഓ, നൈസാണ്, നല്ല കാറ്റൊക്കെ. അതെ, അവിടെ പോയിരിക്കാൻ നല്ല രസമാണ്. അത് പ്രത്യേകിച്ച് ഒരു ഡ്രിങ്ക്സ് ഒക്കെ പിടിച്ചിട്ടാണെങ്കിൽ അല്ലേ? അതെ. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, എന്തോ പ്രശ്നമുണ്ട്. അത്
ഒന്ന് കാര്യം കണ്ടെന്നേ ഇവന്മാരെ എപ്പോൾ നോക്കിയാലും വെറുതെ ഇങ്ങനെ ബഹളം വെച്ചോണ്ടിരിക്കും. ദാറ്റ്സ് ഫണ്ണി. അപ്പോൾ മാളവിക സ്പേസ് മൊത്തത്തിലൊന്ന് കാണിച്ചു തരും. പിന്നെ ഫുഡ് സെറ്റ് ചെയ്യുന്നുണ്ട്, കഴിച്ചിട്ട് പോവാം. പിന്നെ ചെറുതായിട്ടൊന്ന് കൂടാനുള്ള പ്ലാൻ ഉണ്ട്, പറ്റുകയാണെങ്കിൽ ജോയിൻ ചെയ്യാം. ഓ പിന്നെന്താ, നിങ്ങളായിട്ട് ഒന്നും കൂടെ എടുക്കാമല്ലോ. ഓക്കെ, എന്നാ സെറ്റ് ചെയ്യട്ടെ? ഓക്കെ, നിങ്ങൾ സെറ്റ് ചെയ്യും, ഞാൻ ആളെ കൊണ്ട് ഫുൾ അപ്പാർട്ട്മെന്റ് ഒക്കെ ഒന്ന് കാണിക്കട്ടെ. ഓക്കെ ഓക്കെ, പോയിട്ട് വാ. അത് പൊളിച്ച് നിങ്ങൾ പോയിട്ട് കുപ്പി സെറ്റ്, ഞാൻ ഫുഡ് എന്നാ നോക്കട്ടെ. രണ്ടെണ്ണം അടിച്ചിട്ട് ഫുഡ് കഴിച്ചാൽ ഈ ബന്ധം കിട്ടോ. ഇതോടുകൂടി വേർതിരിക്കാൻ പറ്റാത്ത ഒരു ബന്ധം വരണം. ഓക്കെ. കോച്ച് ഓക്കെ ആണല്ലോ അല്ലേ? പിന്നെ ഈ വൈൻ ആരുടെ? അതെനിക്ക്. അയ്യോ, എനിക്ക് കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ, എനിക്ക് അത്ര വലിയ കപ്പാസിറ്റി ഒന്നും ഇല്ല. അടിക്ക് ഇങ്ങോട്ട് പോരട്ടെ. ഇതാ അതെ, നമ്മുടെ എന്നത്തെ സ്പെഷ്യലാ, കഴിച്ചോ. ഓ ഇറ്റ്സ് ലുക്ക് നൈസ്. ഞാൻ ഇതിന്റെ 2 ഫോട്ടോ എടുത്തോട്ടെ. നോക്കി, ഞാനിത് ഇൻസ്റ്റാഗ്രാമിലെ സ്റ്റോറി ആക്കി. അപ്പൊ സഞ്ജയ് ID പറ, ഞാൻ സൂപ്പർ ഷെഫ് എന്ന് മെൻഷൻ ചെയ്യാം. That's a great compliment. അതെ, സഞ്ജയുടെ മാത്രാക്കണ്ട, ഞങ്ങളെ മെൻഷൻ ചെയ്യാം. ഓക്കെ, സഞ്ജയുടെ പറ, ID പറ. സഞ്ജയ് കോംസെ. കോംസയ? അത് ഈ കമ്പ്യൂട്ടർ സയൻസാ പഠിച്ചത്, അപ്പൊ ഓക്കെ, റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്. ഓക്കെ. മാളവിക? ഞാൻ ഇൻസ്റ്റയിൽ അത്ര ആക്റ്റീവ് അല്ല. ആര് പറഞ്ഞ ആക്റ്റീവ് അല്ലെന്ന്? മാളവിക മാളു ഡാഡീസ് പ്രിൻസസ്. ഈ ഫോട്ടോയിൽ കാണുന്നേക്കാൾ ഭംഗിയാണല്ലോ നേരിട്ട്. ഓക്കെ, അടുത്ത ഫൈസി പറ. ഫൈസി ബോണ്ട് _007. എന്റെ അമ്മോ, വലിയ പേരാണല്ലോ. താങ്ക് യു. അടുത്ത ടോണി പറ. ടോണി ഹണ്ടർ. ടോണിയുടെ പേര് കിട്ടുന്നില്ലല്ലോ. വലിയ പുള്ളിയാണ്. ചിലപ്പോ ഈ ഫാൻസിന്റെ ശല്യം കാരണം കുറെ പേര് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ആ കൂട്ടത്തിലുണ്ടോ നോക്കിയേ? അല്ല, വൈ നോക്കാവോ? വൈ ടോണിയുടെ അക്കൗണ്ട് എനിക്ക് കിട്ടുന്നുണ്ടല്ലോ. കുട്ടിയുടെ അടിയെന്ന് പറഞ്ഞു. ശിഖാശ്രീ കൊണ്ട് തിന്നി. എനിക്ക് കിട്ടുന്നില്ല. അതെ, ചൂടാറുന്നതിന് മുമ്പ് ഇത് കഴിച്ചോളൂ. ഓക്കെ, ഇനി ഇവനെങ്ങാനും ശരിക്കും അവളെ ബ്ലോക്ക് ചെയ്ത് കാണും. മോനെ ഫൈസി, നീ ഒന്ന് തിരിച്ചാലോചിച്ച് നോക്കിയേ. കോപ്പ്, ഇതെന്താ എനിക്ക് കിട്ടാത്ത? അത് നോക്കണ്ട ടോണി, ഞാൻ ടോണിയെ മുന്നേ ബ്ലോക്ക് ചെയ്തിരുന്നു. അല്ല, അൺബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, അപ്ഡേറ്റ് ആവാൻ ടൈം എടുക്കും. സോറി. എന്തിനാണ് പറ്റി അവള് നിന്നെ ബ്ലോക്ക് ചെയ്തേ? ഓർത്തെടുക്കാൻ നോക്കണ്ട, എൻ്റെ അല്ല, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ആയിരുന്നു പ്രോബ്ലം. അവള് ബ്ലോക്ക് ചെയ്തതിന്റെ കൂട്ടത്തിൽ ഞാനും കൂടെ ബ്ലോക്ക് ചെയ്തു എന്നേ ഉള്ളൂ. ഇനി എങ്ങാനും കറങ്ങി തിരിഞ്ഞ് എനിക്ക് റിക്വസ്റ്റ് വന്നാലോ എന്ന് വിചാരിച്ച്. അങ്ങനെ അബ്യൂസിങ് ഒന്നുമല്ല, എനിക്ക് ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നി. എൻ്റെ ഫ്രണ്ട് സ്വപ്ന, എൻ്റെ റൂംമേറ്റ് ആയിരുന്നു. സ്വപ്ന. സ്വപ്ന, ആ ഇൻസ്റ്റൈഡി എന്ന് പറയും. താൻ അങ്ങനെ ആലോചിച്ച് ബുദ്ധിമുട്ടൊന്നും വേണ്ട, ഇത് കുറച്ച് പഴയ കാര്യമാണ്. പ്രായത്തിന്റെ ഒരു ചാവല് അണ്ണാമ്പാനി ചെയ്യൊക്കെ ഫ്രീ ആയിട്ടൊന്നുമില്ല. അപ്പൊ ഞാൻ ഇറങ്ങുവാണ്. ഞാനൊന്ന് ആലോചിച്ചിട്ട് തീരുമാനം പറഞ്ഞാൽ പോരെ? ആ ഓക്കെ, ഞാനൊന്ന് ഇറങ്ങട്ടെ. ഫൈസി ബൈ.
നല്ലൊരു കൊച്ചായിരുന്നു, അതങ്ങോട്ട് പോയി കിട്ടി. ആ പോട്ടെ, നിന്നെ കെട്ടാൻ വന്നൊന്നുമല്ലല്ലോ. എന്നാലും കുറെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും അല്ലേ? അത് തന്നെ എപ്പോഴല്ലാത്ത അങ്ങനെയൊന്നുമില്ല. എടി സംഭവം എന്തെന്ന് വെച്ചാല് അത് വിടറാ. ഞാൻ പറയുന്നത് കേക്ക്. എടാ അതെനിക്ക് കേക്കണ്ട. എനിക്ക് ഈ കഥ ഒന്ന് കേട്ടാ കൊള്ളാന്നുണ്ട് കേട്ടോടാ. എനിക്കും. എന്റെ പൊന്നളിയന്മാര്, ഇത് 3-4 വർഷം മുന്നേ ഉള്ള കഥയാ. അതെ, നീ കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഇവന്മാർക്ക് പറഞ്ഞു കൊടുക്ക്. ഇപ്പൊ ബാ നമുക്ക് അടിക്കാം. എടി എനിക്കൊരു അബദ്ധം പറ്റിയതാ. എടാ അത് സാരില്ലെന്ന്. ഇപ്പൊ ആകെ നെഗറ്റീവ് ആയല്ലോ. എടാ നീ എന്തിനാണ് നെഗറ്റീവ് ആവുന്നത്? അവൾ കുഴപ്പമില്ലാന്നല്ല പറയുന്നത്. എന്റെ പൊന്നളിയ, ഇവളെന്നെ 3-4 തെറി വിളിച്ചാൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പം ഒരുമാതിരി ദുരൂഹത പോലെ. എടാ കാര്യായിട്ടാ. എടി നിനക്കിന് വല്ല ഇരുട്ടടി അടിക്കാനുള്ള പ്ലാൻ ഉണ്ടാ? എടാ ഈവൻ മാക്സിമം ഇൻസ്റ്റാഗ്രാമിൽ കയറിയിട്ട് അവൾക്ക് എന്തൊക്കെ മെസ്സേജ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത് എനിക്കറിയാം. കുറെ നാളല്ലേ നീ അവൻ്റെ കൂടെ നടക്കണു. അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് ഒരു സീനും ഇല്ല. എനിക്ക് ഇപ്പോഴും ആ നഷ്ടബോധം അങ്ങോട്ട് പോകുന്നില്ല അളിയാ. നമുക്ക് ഇതുപോലത്തെ ഒരു പെണ്ണിനെ കിട്ടൂല. ആ ശരി, ആള് കൊള്ളായിരുന്നു. പക്ഷെ അവള് നാട് വിട്ട് പോയിട്ടൊന്നുമില്ലല്ലോ. ആലോചിച്ചിട്ട് പറയാന്നല്ല പറഞ്ഞേക്കുന്നത്. ഇപ്പൊ അവൾ ഈ പോയ പോക്കിനെ ഈ പഞ്ചായത്തിൽ അവളെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ, ആ ഇൻസ്റ്റ ഐഡിയും കൂടി ചോദിച്ചപ്പോ പൂർത്തിയായി. അത് പിന്നെ അറിയണ്ടേ? രണ്ടുപേരും അവരവരുടെ നിലവാരത്തിനനുസരിച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യും. ഇനിയിപ്പോ വേറെ ആളെ നോക്കാം, അല്ലാണ്ട് ഇപ്പൊ എന്ത് ചെയ്യാ? പിന്നെ ശിഖ വിളിക്കുന്നുണ്ടോന്ന് നോക്കാം. ഇനിയിപ്പോ ആരാണെങ്കിലും ഇവന്റെ വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ കൊടുത്തിട്ട് നോക്കിട്ട് വരാൻ പറഞ്ഞാൽ മതി. എന്റെ പൊന്നളിയ കൊല്ലാതെ. അതായിരിക്കും നല്ലത്. ഇനി ആരും ഇല്ല. ഇനി ഫൈസി തമ്പുരാന്റെ വക ആരാണോ വരാൻ പോണേ? ഞാൻ ഈ മാതിരി പരിപാടിക്കൊന്നും പോകാറില്ല. പിന്നെ ഇങ്ങേരെല്ലാം കഴിഞ്ഞൊരു മനുഷ്യൻ. എനിക്കിപ്പോ അതല്ല ടെൻഷൻ. ഇവിടെ നടന്ന കാര്യമൊക്കെ അവള് റൂമിൽ പോയി അവളുടെ ആ കൂട്ടുകാരിയോട് പറയുന്നതൊന്നും ആലോചിച്ച് നോക്കിയേ. ടോണി അത് സൂപ്പർ ആയിരിക്കട്ടാ. ഏയ് അത് പറയത്തില്ല. ഹേയ്, അവൾ അങ്ങനെയൊന്നും പോയി പറയില്ല. കാരണം അവള് നിന്റെ അമ്മായിയുടെ മോളാണല്ലോ. നിങ്ങൾ ഇതൊക്കെ നിർത്ത. ഇപ്പൊ ഞാൻ എന്തോ ചെയ്യണം? ഒരു പെഗ് ഒഴിച്ചു തരൂ. ശരിയാട്ടാ. അതെ, 2 അടിച്ച ആ ക്ഷീണം അങ്ങ് മാറും. ഇതിന്റെയൊക്കെ ക്ഷീണം മാറ്റാൻ ഹയാത്തിൽ എൻ്റെ ഒരു ഡിന്നർ. ന്യായം, മിനിമം ഒരു ഹാർട്ടെങ്കിലും വേണം. നീ ഒന്ന് സിയെ വിളിച്ചു. ഓ വേണ്ടടാ, ഈ എന്തിന്റെ ട്രീറ്റാന്ന് വെച്ചാലേ നാറിപ്പോ. ഇൻസ്റ്റാഗ്രാമിൽ ബ്ലോക്ക് ചെയ്തതിന്റെ ട്രീറ്റ് സിമ്പിൾ അല്ലേ? അതൊക്കെ ഞാൻ അവിടെയും ഇവിടെയും തൊടാതെ ഡീൽ ചെയ്തോളാം. നിങ്ങൾ ആരും ഒന്നും പറയണ്ട, ഞാൻ നൈസായിട്ട് അങ്ങ് വിളിച്ചോളാം. ഓക്കെ വാ അടിക്കാം. ഹായ് നതാഷ. ഹായ്, വരൂ. ഹായ് നതാഷ. മാളവിക. വരൂ. ഞാൻ ചെറിയൊരു ഗെറ്റ് ടുഗദർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഒരു 2-3 ഗ്ലാസ് വൈൻ കുടിച്ചിട്ടുണ്ട്. ഹോപ്പ് യു ഡോണ്ട് മൈൻഡ്. അതിനിപ്പോ എന്താ? അതിനൊരു കുഴപ്പമില്ല. താങ്ക്സ്. നതാഷ എന്ത് ചെയ്യുന്നു? ഞാനൊരു പിനാക്കിൾ പ്രൊജക്ട് ലീഡാണ്. ആ ഓക്കെ. നിങ്ങളെല്ലാവരും IT ആണോ? അതെ, ഞങ്ങളെല്ലാവരും ഇത്. അല്ല, ഇതിനു മുമ്പും റെന്റ് ഔട്ട് കൊടുത്തിട്ടുണ്ടല്ലേ? ആ ഒരു 2-3 ആൾക്കാർ ഓൾറെഡി സ്റ്റേ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് പോയാൽ 1 month ബാക്കാണ് റിപ്പീറ്റ് ചെയ്തത്. എല്ലാം പോകും. ആക്ച്വലി യെസ്, പക്ഷെ നമ്മൾ ഇത്തവണ ഒരു പെൺകുട്ടി കൊടുക്കാനാണ് പ്ലാൻ. ഇവരൊക്കെ ക്ലോസ് ഫ്രണ്ട്സ് ആണ്. അപ്പോൾ നമ്മളായിട്ട് നല്ലോണം സിദ്ധ ആവുന്ന ഒരാളെയാണ് നമ്മൾ നോക്കുന്നത്. That's really nice. I can make it. പിന്നല്ല. നതാഷ ആക്ച്വലി എവിടെ സ്റ്റേ? ഞങ്ങൾ 3-4 പേര് ഫേസ് 2-ന്റെ അടുത്തൊരു ഫ്ലാറ്റിലാണ്. പിന്നെ ഒരു അറ്റ്മോസ്ഫിയർ ചേഞ്ച് വേണമെന്ന് തോന്നി. അതാ ഞാൻ ഇവിടെ റിക്വസ്റ്റ് ഇട്ടത്. ഓ ഓക്കെ. പിന്നെ ഒരാൾ ഓൺ സൈറ്റ് പോയി, ബാക്കിയുള്ളവർ ഷിഫ്റ്റ് ചെയ്യാനുള്ള പ്ലാനിലാണ്. ഞാനൊന്ന് വാഷ്റൂം യൂസ് ചെയ്തോട്ടെ? ഷാർ, ആ റൂമിലാ. അപ്പൊ ആ റൂം ഒന്ന് കാണാമല്ലോ. യെസ്, താങ്ക് യു. ഇത് മതി. എനിക്കൊന്ന് പറയാനല്ലേ? ടോണി എന്താടാ? നല്ല തേജസ്സും ഓജസ്സും ഉള്ള കുട്ടി. അതാണോ കാരണം? അപ്പൊ സാർ എങ്ങനെയാണോ ആകർഷണമായത്?
അയ്യോ അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. ഒന്ന് കൂടി. നല്ല എലഗൻസ്, നല്ല ഐശ്വര്യം, പിന്നെ നല്ല ഹ്യൂമർ സെൻസ്. ഇതൊക്കെ ഒന്നല്ലേ? ഒന്ന് കാര്യം മനസ്സിലായി. എന്നാ താൻ പോയിട്ട് ആ കോൺട്രാക്ട് എടുത്തിട്ട് വാ. ഞാൻ പോയി കോപ്പി എടുത്തിട്ട് വരാം. പേന എടുക്കാം. അവിടെ ഇരിക്കാറുണ്ട്. പ്ലേസ് ഒക്കെ ഇഷ്ടപ്പെട്ടോ? എസ് ഇഷ്ടപ്പെട്ടു. സച്ച് എ നൈസ് പ്ലേസ് ടു ലീവ്. നൈസ് ടു നോ ദാറ്റ്. ആക്ച്വലി ഞങ്ങളും പറയായിരുന്നു നതാഷയുടെ കമ്പനിയൊക്കെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു. തീരുമാനമായി. എന്ത് പറ്റി? ഐ എം സോറി. ഞാൻ വളരെ ഇമോഷണൽ ആയിട്ടുള്ളൊരു പേഴ്സണാണ്. അതല്ലാതെ ഫൈസി ആയിട്ട് വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ? ആക്ച്വലി ഞാൻ വന്നപ്പോൾ മുതൽ ഇയാളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഒരു പഴയ റിലേഷൻ ഉണ്ടായിരുന്നു. കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. ഇയാളെ പോലെയാണ് കാണാനൊക്കെ. പോലല്ലേ ഇവിടെ തന്നെയാണ്. കുട്ടി പറഞ്ഞോ, തുറന്നു പറഞ്ഞു. അതൊന്നുമില്ല. ഞങ്ങൾ വലിയ ഇഷ്ടത്തിലായിരുന്നു. പുള്ളി ഒന്ന് സെറ്റിലായിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോകാനിരിക്കുമായിരുന്നു. പുള്ളി കാശുണ്ടാക്കാൻ പല വഴി നോക്കി, പക്ഷെ ഒന്നും സെറ്റായി. ആ ടൈമിലാണ് രാജാതിരാജ സിനിമ ഇറങ്ങി. അത് കണ്ട് ഇൻസ്പിറേഷനായി ബോംബെ പോയി ഡോണായ. എന്നിട്ട് ഡോണായോ? ഇല്ല, ടാക്സി ഓടിച്ചാണപ്പ. കുഴപ്പമില്ല, പുള്ളി ഡോണായി പതുക്കെ വരട്ടെ അല്ലേ? ഡോൺ ആവണമെന്നൊന്നുമില്ല. എനിക്കൊരു ജോലി ഉണ്ടല്ലോ, ഇങ്ങോട്ട് വരാൻ കൂട്ടാക്കണ്ടേ? അല്ല രാജേട്ടനെ ഡോണേട്ടനെ ഞങ്ങൾ വിളിക്കണ. ഞാൻ ഇതൊക്കെ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിച്ചല്ലേ? that's okay, Natasha. ഞാനൊന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. Sure. You all right അല്ലേ? Yeah, I'm chill. അവള് ബാത്റൂമിൽ പോയോണ്ടായിരിക്കും. നീ ഒരുമാതിരി വർത്താനം പറയരുത് കേട്ടാ. അവളെ കഥ നീ കേട്ടില്ലേ? ഇടയി അതൊക്കെ കുറച്ച് ഓവറാടേ. ടോണി കണ്ണിച്ചോരില്ലേ നിനക്ക്? എനിക്കും പാവം തോന്നി. അത് നിന്റെ മോൻ കണ്ടപ്പോഴേ മനസ്സിലായി. ആ വരവ് നിൽപ്പ് കണ്ടപ്പം ഞാൻ വിചാരിച്ചു പോലുമില്ല ഇതൊക്കെ ഇങ്ങനെ ആവുമെന്ന്. എടാ ടോണി, ആൾക്കാരുടെ മനസ്സിൽ ഒരുപാട് സങ്കടങ്ങളുണ്ടാവും. അതെല്ലാം മനസ്സിൽ ഒതുക്കി വെച്ച് പുറമെ ചിരിച്ചു കാണിക്കുന്നതല്ലേ യഥാർത്ഥ പോരാളി. നിനക്ക് തലക്കത്ത് അടിയിട്ടുണ്ട്. നിനക്കേ ആ പഴയ രാജാതിരാജയുടെ ഫേസ് കട്ട് ഉണ്ടെന്ന് പറഞ്ഞതിന്റെ ഇളക്കമാണ്. ഉണ്ടാ അപ്പൊ എങ്ങനെ സഞ്ജു? എനിക്കൊരു നല്ല ആളായിട്ടൊക്കെ തോന്നി, പക്ഷെ കുറച്ച് ഇമോഷണൽ ആണ്. നമുക്ക് നോക്കാം. അപ്പോ അടുത്ത പരിപാടിക്ക് കിടക്കല്ലേ? നമുക്ക് കാര്യം ചെയ്യാം. നമുക്ക് രണ്ടെണ്ണം അടിക്കാം. പുള്ളിക്കാരനെ വിളിക്കാം. ഞാൻ പോയി സാധനം സെറ്റാക്കട്ടെ. സോറി, നീ കഴിച്ചപ്പോ പെട്ടെന്ന് ഇമോഷണൽ ആയിപ്പോയി. അല്ല ഈ നെയ്മിനോട് എന്തെങ്കിലും വിരോധം? അല്ല, ഇനി മീനും ചിലപ്പോ അവൾക്ക് പരിചയമുണ്ടാവും. പെട്ടെന്ന് ഞാൻ ഉപ്പുപ്പാനെ ഓർത്തുപോയി. നദാശേന്റെ ഉപ്പൂപ്പ അല്ല, അല്ല താഴെ ആരുടെ കാര്യം പറഞ്ഞോണ്ടിരുന്നേ? എന്റെ വീട്ടിൽ മീൻ കൊണ്ടുവന്നിരുന്നു ഉപ്പുപ്പ. നല്ല നെയ്മീനൊക്കെ കൊണ്ടുവരുമായിരുന്നു. ഓ, എന്നിട്ട് അയാൾ വന്നിട്ട് ബോംബെ പോയി ഡോണായി കാണും. ഉപ്പുപ്പല്ലേടാ ഇവിടെ പോയ കോയമ്പത്തൂരെ കോതമുണ്ടല്ലോ. ഞാനൊരു ദിവസം ഉപ്പുപ്പാന്റെ മീൻ കൊട്ടേന്ന് ഐസ് എടുക്കാൻ നോക്കി. ഉപ്പുപ്പ എന്നെ വഴക്ക് പറഞ്ഞു. എന്നിട്ട് അതിന്റെ ദേഷ്യത്തിൽ അന്ന് ഞാൻ ഉപ്പുപ്പാന് ഒരു ഇഷ്ടിക വെച്ചെറിഞ്ഞു. അത് ഉപ്പുപ്പാന്റെ നെഞ്ചത്ത് കൊണ്ടു. ഉപ്പുപ്പ സൈക്കിളിൽ നിന്ന് താഴെ വീണു. അയ്യോ, എന്നിട്ട് അന്നേരം ഉപ്പുപ്പ കുറെ കരഞ്ഞു അവിടെ കിടന്ന്. കുറെ കഴിഞ്ഞപ്പോ ആരൊക്കെയോ വന്ന് എടുത്തോണ്ട് പോയി. അവിടെ കുറെ പൂച്ചകളുണ്ട്. അവന്മാരാ മീനൊക്കെ കൊണ്ടുപോയി. ഇത് പ്രശ്നക്കാരിയാടാ. ആദ്യമേ ഞാൻ പച്ച മുളച്ച് പറഞ്ഞില്ലടാ, നിനക്ക് കല്ല് രാജാതി രാജ.
റിലാക്സ്, അതൊന്നും ഇപ്പൊ ആലോചിക്കണ്ട. ഓ സോറി, ഞാൻ ഡ്രിങ്ക്സ് കുടിച്ചാൽ കുറച്ച് ഇമോഷണൽ ആവാറുണ്ട്. ഓക്കെ, ഇതൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ മീൻ ഉപ്പുപാക്ക്. നെയ്മീൻ ഉപ്പുപ്പാക്കി. മീനുപ്പ. ഇപ്പൊ എന്ത് പറ്റി നതാശ? ഞാൻ പിന്നെ കുറച്ച് ഇമോഷണൽ ആയിപ്പോയി. ഞാൻ വിളിക്കാൻ ഞാൻ പോവാ. നീ ഇവിടെ ഇരുന്നാടാ, അവർക്ക് കേസായിരിക്കും. ഉറപ്പായിട്ടും. എന്റെ മുത്തശ്ശിയുടെ നാട്ടിലെ ശിവാശ്രീകൾ ഉണ്ടായിരുന്നേ, അത് ഉണ്ടാക്കിയിരുന്ന ആളുടെ പേര് തന്നെ അത് വിറ്റിരുന്നത്. ശിവാശ്രീകളോ? മുത്തശ്ശിയുടെ നാട് സ്കോട്ട്ലൻഡാ? അല്ല, തിരുവല്ല. അടിപൊളി. ജസ്റ്റ് മിസ്. ഞാൻ ചങ്ങനാശ്ശേരി വിചാരിച്ചു. ഇതിന്റെ നാട്ടിൽ കാണുള്ളൂ ഈ പണ്ടാരം. ഈ തിരുവല്ലയിൽ ശിവാശ്രീകൾ എന്ന ആളൊക്കെ ഉണ്ടാവും. എക്സാക്ട് ആ പേരല്ല, അതുപോലത്തെ ഒരു പേര്. ശിവാശ്രീ ശിവൻകുട്ടി ചേട്ടൻ. ശിവൻകുട്ടി ചേട്ടനാ ഞങ്ങളുടെ നാട്ടിലെ വാറ്റുകാരൻ. പുള്ളിയുടെ കയ്യിൽ ഏറ്റവും ക്വാളിറ്റി കൂടിയ വാറ്റ്, അത് പുള്ളി അപ്പനും കൂട്ടുകാർക്കൊക്കെ കൊടുക്കാറുണ്ട്. പുള്ളി അതിനിട്ട പേരാ ശിവാശ്രീകളെന്ന്. ഞാൻ അതൊരു മാറ്റം എടുത്തിട്ടില്ല. ട്രൈ ചെയ്തിട്ടുണ്ട്. പേരെല്ലാം എനിക്ക് നക്കി നോക്കിയിട്ടുണ്ട്. തീരുടെ പോലെ ടൈറ്റാ. സംഭവം ഒരു അരപ്പിരി ലൂസാന്നേ ഉള്ളൂ. പക്ഷെ സ്റ്റാൻഡപ്പ് കോമഡിക്കൊക്കെ പറ്റിയ ഐറ്റല്ലേ? പറ്റിയ ടൈറ്റിലും ഉണ്ട്, ശിവാസ്ത്രീകളും ശിവൻകുട്ടിയും. എന്തൊക്കെ ടീമാ. യോഗ ചെയ്യാറുണ്ടോ? യോഗ ചെയ്യാറുണ്ടോ? യോഗ അല്ല മോളെ, ഞാൻ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ കളരി വരെ ചെയ്തു പോകാറുണ്ട്. മാളവിക ഓക്കെ അല്ലേ? ആ, എനിക്ക് ചെറിയൊരു തലവേദന. അകത്ത് പോയിട്ട് ചിരിപ്പിക്കാൻ നിൽക്കരുത്. ഓക്കെ 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 എല്ലാം കഴിഞ്ഞു. ഓക്കെ. ഉപ്പുപാട നെയ്മി അതെ വാട് വെച്ച പറയലേട്ടാ. കപ്പാസിറ്റി ഇല്ല അല്ലേ? എന്തായാലും ഇത്ര ലെവൽ കാണത്തില്ല. ആണോ? എനിക്ക് എന്റെ അമ്മയെ കാണണം. എനിക്ക് എന്റെ അമ്മ ഇപ്പൊ കാണണം. അതെ, അപ്പുറത്തെ റൂമിൽ റിനോവേഷൻ വർക്ക് നടക്കുന്നുണ്ടേ, അത് കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി എന്നാണ് ഓണർ കുറച്ചും വിളിച്ചു പറഞ്ഞത്. എപ്പോ? ഞാൻ കണ്ടില്ലല്ലോ. അല്ല, ഓണർ വിളിക്കും അങ്ങനെയാണ്. അതെ ഇവിടുത്തെ ഓണർ ആരും കാണാണ്ട വിളിക്കാൻ. ആണോ? എന്നാ അത് കഴിഞ്ഞ് എന്നെ വിളിക്കൂ. പിന്നെന്താ വിളിക്കാൻ? എന്നാ ഞാൻ പോകും. എനിക്ക് നിങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായി. എങ്ങനെ ഇടയ്ക്ക് കാണാൻ വരട്ടെ? ഞാനിവിടെ കാണത്തില്ല, ഞാൻ ട്രിപ്പിന് പോന്നെയാ. എവിടെ? ഞങ്ങളും ഇവിടെ കാണില്ലല്ലേ. ഞാൻ വെസ്റ്റ് ഇൻഡീസ് പോവാം. എന്നാ ശരി. എന്നെ കൂടെ കൊണ്ടുപോവോ ഉസ്ബെക്കിസ്ഥാനിൽ? ഇറങ്ങി പോടി. വല്ലാട്ട ഈ പരിപാടി. എളുപ്പ പരിപാടി ഉണ്ടറാ. നിങ്ങൾക്ക് കോൺട്രാക്ട് ചെയ്ത് കൊടുക്കാൻ പോയതല്ലേ, അതപ്പൊ കൊടുത്തിരുന്ന അവള് ഇപ്പോൾ അന്തേവാസിയാണേ. ഞാൻ ചുമന്നേനെ. ഞാൻ അപ്പോഴേ പറഞ്ഞേ ആളിത്തിരി ഓവറാണ്. അപ്പൊ നിങ്ങൾക്ക് രണ്ടിരിക്കല്ലായിരുന്ന ഇത്ര തിമ്പതി. ആൾ അത്ര കുഴപ്പക്കാരിയൊന്നും അല്ല, ജസ്റ്റ് ചൈൽഡിഷ് ആണ്, അത്രേ ഉള്ളൂ. ഇത് ചൈൽഡിഷാ. രണ്ട് പെഗ് അകത്തോടെ തന്നെ കണ്ട് അവളുടെ ഉടുക്കത്തെ ഷോയ്. കുറ്റം പറയരുതല്ലോ, കാര്യം നല്ല പെർഫോമൻസ് ആയിരുന്നു. ഡാ ഇവിടെ നിർത്തിയ നല്ല എന്റർടൈൻമെന്റ് ആയിരിക്കടാ, അല്ലേ സഞ്ജീവ്? നിർത്താടാ, ഞാൻ അവളോട് നിർത്താം. കൂടുതൽ തരാടി. നിന്റെ വയനോട് ആർക്കും വേണ്ടടി. ഞാൻ കൂട്ട് തരാനും പോണില്ല. ഇവിടെ നിർത്തോണ്ട് കുഴപ്പമൊന്നുമില്ലടാ. ഇവനെ ആദ്യം ഇവിടെ ഉസ്ബെക്കിസ്ഥാനെ കറക്കിയിട്ട് വരട്ടെ, എന്നിട്ട് അവിടെ കൊണ്ട് നിർത്താം. അത് അടിപൊളിയായിരിക്കും. ഓഹോ, സാർ എവിടെയായിരുന്നു പോകുന്നത്? നീ രണ്ടു തവണ ഊതിട്ടില്ലടോ ഉസ്ബെക്കിസ്ഥാൻ പറഞ്ഞ. എന്നാലും എനിക്ക് അസർബൈജാനൊക്കെ എവിടെ നിന്ന് കിട്ടണോടാ? എന്താ അസർബൈജാൻ എന്താ കുഴപ്പം? ബോയ്ജാൻ അല്ല, ബോയ്ജാൻ പൊട്ടാ. നീ മൾഡീവ്സ് പറഞ്ഞതിന് കുഴപ്പമൊന്നുമില്ലേ? ഞാൻ നല്ല ഇട്ടിരിക്കട്ടോ.
എന്നാലും ഒരു അപ്പാർട്ട്മെന്റ് ഷെയർ ചെയ്യ ഒരാളെ കിട്ടാനൊക്കെ ഇത്ര പാടാണോ? എടാ ഇപ്പൊ വരുന്ന ആൾക്കാരുടെ കയ്യിലിരിപ്പോ നമ്മുടെ കയ്യിലിപ്പോ കൊത്തു പോണ്ടാ. ഇപ്പൊ ഗോൾ നില 1-1. ഒരാള് നമ്മളെ പേടിച്ചോടി, ഒരാളെ പേടിച്ച് നമ്മളോടി. ഇനി ഒരാളുടെ എങ്ങനെയായിരിക്കും അതാവേ. ദേഹം ഉപദ്രവമൊക്കെ ഇല്ലാതെ മതിയായിരുന്നു. ഒഴുക്കി എന്താടാ ഒന്നുമില്ല. കിണിക്കണ നീ? ഒന്നുമില്ല. നോട്ടിഫിക്കേഷൻ ഇൻസ്റ്റാഗ്രാം. ഇത് SMS കസ്റ്റമർ കെയർ. ഓ കാര്യമായിട്ട് തടഞ്ഞിട്ടുണ്ടല്ലോ. എടാ നീ എന്തുണ്ടെങ്കിലും എന്നോട് പറയണ. ഇവനെന്താ എനിക്കൊന്ന് ഞാനേ കുറച്ച് ആളായിട്ട് ഈ കസ്റ്റമർ കെയറിന്റെ മെസ്സേജ് ഒക്കെ വെച്ചിട്ട് കാണിച്ചടാ. അല്ല, ഇത് ചുമ്മാ വിശേഷങ്ങളൊക്കെ ചോദിക്കാൻ. പ്രിയപ്പെട്ട കസ്റ്റമർ, എന്തുണ്ട് വിശേഷം? താങ്കൾക്ക് സുഖമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണോടാ? സുഖം വേണോ എന്നായിരിക്കടാ ചോദിക്കണ. അങ്ങനെയും ചോദിക്കും. അപ്പൊ വിട്ടേരടാ. നിന്നെ അടുത്തോളാട്ടാ. ഓ വല്ല അശ്വതിച്ചൊക്കെ റിക്വസ്റ്റ് അയച്ചാകുന്നേ. ഇതൊക്കെ ഫേക്കാ. ഇത് ഫേക്ക് ആണെങ്കിലേ ഞാനങ്ങ് സഹിച്ച്. അപ്പൊ ഇത് കസ്റ്റമറെ അല്ലാന്ന് ബോധ്യായേ? കോൺഫിഡൻസ്. ശരി, എത്രയും തെളിഞ്ഞ് ഈ മോന്ത ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പടച്ചോനെ, ഇതിപ്പോ ഞാനും ഫേക്ക് അല്ലെങ്കിലോ? നിനക്കെന്താടാ? ഓ ഇവന്റെ ഷോ മൊത്തം ഇരുന്ന് കാണാൻ. അല്ലെങ്കിൽ ഷോയ്ക്ക് എന്തായാലും കുറവുള്ളപ്പാ. ഈശ്വരാ, കൈവിടലേ മോളെ അശ്വതിച്ചു. ഇത് ആടേ എന്താ കിട്ടുന്ന കിട്ടിക്കോട്ടെ, ദരിദ്രവാസി. എന്നാലും എന്തോ ഒരു വല്ലായ്മ. വയ്യായ്മ. എന്താണിത്? മിമിക്രിയാ? നീ എന്തിനടി കരയണ മരഭൂതമേ? കരയുന്നല്ലടാ, എനിക്ക് എന്തോ ഒരു വെല്ലായിക. നീ ഇതും കൂടെ വെച്ച എന്താണ്? മതി. ഞാൻ കിടത്തു വന്നാ നീ വാ 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 വാ. കൊയ്യ പൊട്ടിക്കണം. എന്താണ് ഇപ്പൊ കുറച്ച് നേരം ഇല്ലായിരുന്നല്ലോ ഈ പരിപാടി ഒന്നും? എന്താന്നറിയില്ലടാ, ആകെ ഒരു തളർച്ച. ഹോസ്പിറ്റലിൽ പോണോ? എനിക്കൊന്ന് കിടന്നാ മതി. വെള്ളം കുടിച്ചിരുന്നോ? കാര്യം ചെയ്യാം, കുറച്ച് കഴിഞ്ഞിട്ട് നല്ലൊരു കോഫി ഉണ്ടാക്കി തരാം. ഇപ്പം നിന്നെ കൊണ്ട് കോഫി കുടിപ്പിച്ചാൽ എൻ്റെ വയറിലൂടെ പുളിശ്ശേരി പരുവത്തിലാവുകയുള്ളൂ. കുറച്ചുകൂടെ വെള്ളം കുടിച്ചിട്ട് കിടന്നോ കേട്ടോ. ചുമ്മാ അല്ല. നീ എന്ത് തേങ്ങ കാണിക്കുന്നതാ? എന്താ കളിയാ? കോമഡിയാണ്. കുഴപ്പമൊന്നുമില്ലടാ. കെട്ടുവനെ വിളിക്കേണ്ടി വരുവാ. കുറച്ച് നേരം നോക്കാം. ഓക്കെ. കസ്റ്റമർ കെയർ ഇങ്ങനെ പൂത്തോലെയാണല്ലോ ടോണി. കളിയാ, അത് പിന്നെ കഥ പറയണ കേട്ടാ. അത് പിന്നെ പറയാണ്ടിരിക്കുക. പറഞ്ഞാൽ എനിക്ക് കൊള്ളാം. അല്ല, അവള് ശരിക്കും വെള്ളം അടിച്ചിട്ട് തന്നെയാണോ? അതാ വേറെ വല്ല പ്രശ്നമുണ്ടോ? ആ സ്ത്രീയായിട്ട് വഴക്കുണ്ടാക്കിയിട്ട് ഉച്ചയ്ക്ക് ഒന്നും ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല. പിന്നെ വൈ നല്ലോണം കുത്തി കയറ്റിയിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും വരുന്നതിന് പോണെങ്കിൽ അടിയാ. അവളൊരു മദ്യപാനിയാകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ആവണ്ടിരിക്കോടാ, നിന്റെ കൂടല്ല സംസർഗം. എന്താണ് ഇങ്ങനെ ഇരുന്നാ മതിയാ? നമുക്ക് മാലദ്വീപ്സിൽ പോണ്ടേടി. ഞാനേ ഒന്ന് നോക്കിയിട്ട് വരാം. വല്ല കളിയാക്കിയും കിട്ടിയാലേ. പാവടാ, അവിടെ റെസ്റ്റ് എടുത്തോട്ടെ അവിടെ. ഇല്ലടിയാ, ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. കുറച്ച് വെള്ളം തരട്ടെ? എന്നാ പിന്നെ കുറച്ച് കന്നിയായല്ലേ ഉപ്പൊക്കെ ഇട്ട്. കുറച്ച് വെള്ളം കുടിച്ചേ, എന്നിട്ട് ഹോം ഡെലിവറി ചെയ്യണ്ട. ഞാനിപ്പോ കൊറിയർ കാണുവാ. ഓ അത് കുഴപ്പമൊന്നുമില്ലടാ,
ഗുഡ്സ് വണ്ടിയിൽ കയറ്റി വിട്ടാ പോരെ? എനിക്ക് അത്ര കുഴപ്പമൊന്നുമില്ല. അല്ല ഇപ്പൊ അയച്ച അവളുടെ കെട്ടാൻ എടുക്കുക. ഓ എടുക്കോ? ഒന്ന് ഇറങ്ങി പോരണ്ട് വെറുപ്പിക്കാണ്ടേ. കിടക്കട്ടെ. ഇത് കുടിച്ചിട്ട് കിടന്നോട്ടാ. ചേച്ചിക്കോ അളിയാ. അതെ നമ്മുടെ അവശകലായിരിക്കും. എന്ത് ചെയ്യണം? കുറച്ചു നേരം കിടക്കട്ടാ, ഇവിടെ നോക്കാം. എന്താ അവസ്ഥ നോക്കാമല്ലോ. എന്തേലും കൊടുക്കണം കഴിക്കാൻ. ഏതാണ്ടൊക്കെ നുള്ളിപ്പറുക്കി കഴിച്ചിരുന്നു. വെള്ളം കുടിച്ചില്ലേ? ആ വെള്ളം കുടിച്ചു കുറച്ച്. എടാ പിന്നെ മറ്റവള് വീട്ടിലെത്തി പറഞ്ഞ മെസ്സേജ് അയച്ചിരുന്നു കേട്ടോ. ആര്? ഉസ്ബാക്കിസ്ഥാനാ? സഞ്ജു അളി എന്റെ ഒരു ജീവിതം. നീ ഇതൊന്നും കാണുന്നില്ലേ? കാണുന്നുണ്ട്, നീ സമാധാനപ്പെടും. നീ ആ താഴെ താഴെയിട്ട് താഴെയിട്ടാ. നിക്ക്, ഫോൺ തരാം. നിക്ക്, പക്ഷെ നിന്റെ ഫോണിൽ ലാസ്റ്റ് ഒന്ന് മെസ്സേജ് നീ വായിച്ചു കേൾപ്പിക്കണം. വേണ്ട. രണ്ടും പറ്റില്ലെങ്കിൽ തീരുമാനം ഹൈക്കോടതിക്ക് പോകും. അതിന് ഹൈക്കോടതി കിടന്ന് ഉറങ്ങല്ലേ? ഉണരട്ടെ. അപ്പൊ പിന്നെ നിക്ക് നിക്ക് നിക്ക്, ഞാൻ തന്നെ വായിച്ചു തരാം. ഓക്കെ, അങ്ങനെ വഴിക്ക് വാടാ. അളിഞ്ഞേ രണ്ടെണ്ണം ഒഴിച്ച് ഒന്ന് അടിക്കട്ടെ. അവിടെ ഒരു ചാവാൻ കിടക്കുമ്പോ തന്നെ നിനക്ക് കൂച്ചാണോടാ? ചാവാറേ കിടക്കണേ, നിന്റെ അപ്പാപ്പ കൊച്ചു പറയുന്നതാടാ. നിന്നെ കൊള്ളപ്പന്നി എല്ലാം കേട്ടോണ്ട് കിടക്കുക. നിന്ന് കഥാപ്രസംഗം പറയാതെ അവന്റെ മെസ്സേജ് വായിക്കടാ. എടി നിന്നെ കൊണ്ട് എടുക്കണോ? വേണ്ട, വയ്യ. നിനക്ക് വല്ല നാമ ജപിച്ചോടെ കിടന്നോണ്ട് അടി പോടാ. അവളുടെ വായിക്കാത്തതിൽ കുത്തി കിടന്നുണ്ടാ. അവൾ എന്തേലും കാണിക്കട്ടെ, നീ വായിക്കുന്നത്. ഇല്ല ഇല്ല, ഇനി പെടത്തില്ല, മൂട് പോയി. അടി തന്നാണ്ടില്ല. ഓക്കെ ഓക്കെ, ലാസ്റ്റ് മെസ്സേജ് മാത്രം വായിക്കാം. പറ്റില്ല, എന്തുകൊണ്ട് എന്ത് മനസ്സിലാവാനാ? കിടന്ന് തൊള്ളോർക്കാതടി. നീ അത്രയൊക്കെ മനസ്സിലാക്കിയാൽ മതിയടി. നീയും കിടന്ന് തൊള്ളോർക്കാതടാ. സാറെന്താണോ ചെയ്തോണ്ടിരിക്കണേ? അസോസിയേഷൻകാർ വന്ന് എല്ലാത്തിനും ചവിട്ടി പുറത്താക്കും. കണ്ടോ, അവൾക്ക് ഇപ്പൊ ഒരു അസുഖമില്ല, എരപ്പാളി. ടോണി, നീ വായിക്കുന്നുണ്ടോ ഇല്ലയോ? ഓക്കെ, ഞാൻ വായിച്ചില്ല എങ്കിലുള്ള ഭവിഷ്യത്തുകൾ എന്തൊക്കെയായിരിക്കും? ഞാൻ പറയണോ? വേണ്ട ടോണി, ഭവിഷ്യത്തുകൾ അതിഭയാനകമായിരിക്കും. അതെ, അതിക്രൂരമായിരിക്കും. ഒരു സംഘടനയോട് ഒഴിവാക്കുന്നതല്ലേ ബുദ്ധി. ശരി, ലാസ്റ്റ് മെസ്സേജ് ഞാൻ വായിക്കും. ഐ എം ഓക്കെ വിത്ത് ദാറ്റ്. വിത്ത് വാട്ട്? അവള് എല്ലാത്തിനും ഓക്കെ എന്നാണോ? നിന്റെ ചോദ്യം എന്തായിരുന്നു പറയടാ? ക്യാൻ വി ഗോ ഫോർ എ ഡേറ്റ്? ഡേറ്റാ? സഞ്ജു നോക്കിയടാ, ഡേറ്റ് എന്നൊക്കെ പറയുന്നു. ഇതാര്? അതൊക്കെ ഞാൻ പറയാടാ. അത് ഞാനൊന്ന് പോയി വന്നോട്ടെ. ഞാൻ പോയിട്ട് കേട്ടോ, ഒന്ന് അനുഗ്രഹിച്ച് വിട്. ഓ, ഞാൻ എത്ര അനുഗ്രഹിച്ചാലും ഈ കാര്യത്തിന് ഒരു ആത്മാർത്ഥത കാണൂല അളിയാ. അനുഗ്രഹിച്ചിട്ടും രാവിലെയാടാ. നോക്കാം. അത് മതി. സഞ്ജു, എടാ സഞ്ജു, എന്താടാ? ഇത് നിന്റെ വീടല്ലേ? അതെ അല്ലേ? എന്നിട്ടാണോ ഈ തോന്നിയ ദിവസം നീ ആ വീട് അനുവദിച്ചു കൊടുക്കുന്നത്? വന്നപ്പോ മുതൽ ഞാൻ ചോദിക്കുന്നതാണ് എന്താ പറ്റിയെന്ന്. ഒന്നും മിണ്ടാതിരിക്കുന്നു. നോക്കിയേ, ഇതെന്റെ വീടാണ് നീ സമ്മതിച്ചേ. എന്നെ മൈൻഡ് ചെയ്തിട്ടില്ല, പിന്നല്ല വലിഞ്ഞു കയറി വന്നു എന്നെയൊക്കെ. ആ ഡേറ്റിംഗ് കഴിഞ്ഞ് വന്ന അപ്പം തുടങ്ങിയത് ഈ പൂത്തോലും കുറുകലും ഒക്കെ. എടാ, ചില സമയത്ത് പ്രാവിന്റെ ശബ്ദം അടക്കം അവൻ ഉണ്ടാക്കാറുണ്ട്. ഇവളുടെ ഒരു കാര്യം കണ്ട, ഈ ഷോ ഞാൻ കുറെ നേരം കേട്ടോണ്ടിരുന്നതാ. എന്റെ ടെമ്പർ തെറ്റ് തോന്നിയപ്പോഴാണ് വിട്ടതവനെ. വിടടാ, ചില ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. നീ തന്നെ വേണ്ട, ടൂൾസ് വേണ്ട. എന്താടാ? അപ്പൊ നിന്റെ നാം ഇറങ്ങി പോയിട്ടില്ല അല്ലടാ? എന്താ കാര്യം? ഞങ്ങൾ 3 മനുഷ്യാത്മാക്കൾ ഇവിടെ ഉണ്ടെന്ന് വല്ല ബോധം ഉണ്ടോടാ നിനക്ക്? അതിനിപ്പോ നിങ്ങൾക്കൊക്കെ എന്ത് പറ്റി? ഞങ്ങൾക്കല്ല, നിനക്കാണ് പറ്റാൻ പോണത്. സഞ്ജു കേറിയിരിക്കണവനെ. സോറിടാ.
നൂർജഹാൻ Yeah, Sanjay. ഹായ് വന്നോളൂ. ഇവിടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഇല്ല, ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക അസോസിയേഷന്റെ ആനുവൽ ഡേ സെലിബ്രേഷൻ. അതില് ഞങ്ങളുടെ ഒരു ചെറിയൊരു ഇവന്റ് ഉണ്ട്. ഓക്കേ, എന്ത് വേണ്ട? തിരുവാതിര. ചവിട്ട് നാടകം. അതെല്ലാം ഉണ്ട്. നമ്മളിപ്പോ പ്രാക്ടീസ് ചെയ്യുന്ന ചവിട്ടുനാടകം. ദേ, ഇവനാണ് നമ്മുടെ ആശാൻ. പഠിച്ചിട്ടുണ്ടോ? ആ പിന്നെ ഇവന്റെ അപ്പനെ പഠിപ്പിച്ച. പുള്ളി പ്രൊഫഷണലാ? പുള്ളി ഇങ്ങനെ ചെയ്ത് ആർട്ടിസ്റ്റായി മാറി. ഓ, സെൽഫ് മെയ്ഡ് ആർട്ടിസ്റ്റ് അല്ലേ? പുള്ളിക്ക് പുട്ടും പട്ടും വളയൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുമല്ല നാട്ടിലിത് ഈ വലിപ്പത്തിലൊരു പ്രതിമയുണ്ട്. ഓക്കേ, ആളൊന്ന് പരിചയപ്പെടണല്ലോ. ഓ, ഞാന് വലിയ പരിചയമൊന്നും കാണിക്കാറില്ല. പുള്ളി ഈ ചവിട്ടും തൊഴിയൊക്കെ ചെയ്ത് ബിസി ആയിരിക്കുമല്ലോ. പക്ഷെ നമ്മളെ പരിചയപ്പെടുത്താം. നാളെ അടുത്ത ആഴ്ച. നെക്സ്റ്റ് വീക്ക് അടുത്ത ആഴ്ചയാണ് മെയിൻ ഇവന്റ്. ഔട്ട്സൈഡേഴ്സ് അലൗഡ് ആണോ എന്ന് ഞാൻ ഒന്ന് ചെക്ക് ചെയ്തു. ഓക്കേ, നമുക്കെന്നാ വീടൊന്ന് കണ്ടാലോ? ഓ യെസ്, കണ്ടോളൂ. ഓക്കേ, എനിക്കാണെങ്കിൽ അധികം ടൈമില്ലേ, ഒരുപാട് അപ്പോയിന്റ്മെന്റ്സ് ഉണ്ട്. രാവിലെ തൊട്ട് രാത്രി വരെ ബിസിയാണ്. എല്ലാ ടൈം സോണിലും ബിസിനസ് പാർട്ട്നേഴ്സ് ഉണ്ട്. അല്ല എന്നാ പെട്ടെന്ന് അല്ല, എല്ലായിടത്തും എന്റെ കണ്ണെടുത്തേ പറ്റൂ. അല്ല എന്നാ വീട്ടിലൊന്ന് കണ്ടെത്തിച്ചോളൂ. ഓക്കേ, ദിസ് വേ. നൂർജ മാരീഡ് ആണ്? അല്ല, ഡിവോഴ്സ്ഡ് ആണ്. പുതിയ പ്രപ്പോസൽസ് ഒക്കെ വരുന്നുണ്ട്, ഇൻക്ലൂഡിങ് ആക്ടേഴ്സ്, ക്രിക്കറ്റേഴ്സ്. ബട്ട് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. എന്താ പേര്? ടോണി. ടോണി എന്ത് ചെയ്യുന്നു? ഞാൻ IT ചെയ്യാം. സോറി, ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. അതിനത് സി ടോണി, ഇറ്റ്സ് ഓക്കെ. ഞാൻ വേറൊന്നും ഉദ്ദേശിച്ചില്ലല്ലോ. അല്ല, എന്തുദ്ദേശിച്ചാലും കുഴപ്പമില്ല. ആളുകൾക്ക് എന്നെ കാണുമ്പോഴേ പ്രേമാണ്. അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ബട്ട് ഐ എം സോറി. വിഷമായോ? സഹിക്കാൻ പറ്റണില്ല. ഓ, വാക്കുകൾ കിട്ടുന്നുണ്ടാവില്ലല്ലേ? എനിക്ക് വാക്കുകൾ കിട്ടുന്നുണ്ട്. പിന്നെ എന്ത് പറ്റി? ഒരു മൂടില്ലാത്തതുണ്ട്. സി ടോണി, ഞാൻ മാരേജ് ചെയ്യുവാണെങ്കിൽ ഇംഗ്ലണ്ടിലെ ഏതെങ്കിലും എലൈറ്റ് ബിസിനസ് മാൻ ഓൺലി. ഐ ബിലോങ് ദ. എന്റെ അമ്മ, എന്ത് പറ്റി? അല്ല ഇത്രയും വലിയ ആളുടെ നിൽക്കുന്ന ആലോചിച്ചപ്പോ അറിയാതെ അമ്മയെ വിളിച്ചേ. എനിക്കങ്ങനെ ജാടയൊന്നുമില്ല, വലിപ്പ ചെറുപ്പങ്ങളൊന്നുമില്ല. അല്ല ഇത്രയും വലിയ ആള് ഈ ചെറിയ അപ്പാർട്ട്മെന്റിലേക്ക് നിൽക്കുക. ഓ, എനിക്ക് സിമ്പിൾ ലിവിങ് മതി, സാധാരണക്കാരുടെ കൂടെ. അപ്പൊ ഇംഗ്ലണ്ടിലെ രാജാവ്, സോറി ബിസിനസ്മാൻ, അത് പിന്നത്തെ കാര്യല്ലേ? അപ്പൊ ഡിവൈസ് ആയ പുള്ളി ഇംഗ്ലണ്ടിലാണ്? നോ, ഹീസ് ഫ്രം പരപ്പനങ്ങാടി. ഈ റൂം ഭയങ്കര ചെറുതാണല്ലോ. ബെഡ്റൂം, വർക്ക് സ്പേസ്, ഇത്രയും വലിയ റൂം. അല്ല ഇവിടെ വേറെ വല്ല പരിപാടി ഉണ്ടോ? എന്ന് വെച്ചാ വല്ല ഫുട്ബോൾ കളിയോ ഗാനമേളയോ? ആ, ഇത് വലിയ കുഴപ്പമൊന്നുമില്ല. വേണമെങ്കിൽ മൂന്നാൾക്കും കൂടി ഒരുമിച്ച് കുളിക്കാം. കുറുമ്പിത്തിരി കൂടുന്നുണ്ട്. ഈ ബാൽക്കണിയിലെ വ്യൂസ് എത്ര പോരല്ലേ? തോന്നിയല്ലേ? തനിക്കും തോന്നിയിട്ടുണ്ടോ? ആ തോട്ട്സ് ആൻഡ് സിമിലർ അല്ലേ? പിന്നെ അവിടെ ഒരു കടലും, ഇവിടെ ഒരു കായലും, പിന്നെ ഇവിടെ ഒരു വെള്ളച്ചാട്ടം കൂടി ഉണ്ടായിരുന്നുണ്ടല്ലോ, പൊളിച്ചേനെ. പക്ഷെ അത് കുറച്ച് ഓവർ അല്ലേ? മൊത്തത്തിൽ കുറച്ച് ഓവർ. ഇരിക്കൂ. നൂർജഹാന് വീടൊക്കെ ഇഷ്ടപ്പെട്ടോ? യാ, തിരക്കേടില്ല. എവിടെ സ്ഥലം? ക്രാങ്കന്നൂർ. എന്താന്ന്? അത് നമ്മുടെ ഈ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് എടുത്ത്. ക്രാങ്ക് ഇന്ത്യക്കാരല്ലേ? ഓ സോറി, യു നോ കൊടുങ്ങല്ലൂർ? ബ്രിട്ടീഷ് യൂസേജ് അങ്ങനെയാണല്ലോ, അങ്ങനെ ശീലമായി പോയി. വീട്ടിലിപ്പോഴും മിക്സഡ് കൾച്ചർ തന്നെയാ, പകുതി ബ്രിട്ടീഷ് പകുതി കൊടുങ്ങല്ലൂർ. വാവ്, അപ്പൊ ഈ മോർണിംഗിന് പാൻ കേക്കും സാമ്പാറൊക്കെ ആയിരിക്കും അല്ലേ? അതെ അതെ. ലഞ്ചിന് മാഷ്ഡ് പൊട്ടറ്റോ ചൂരക്കറി അങ്ങനെയാണോ? രാത്രി ഓരോ മുട്ട ഒഴിഞ്ഞു. നൂർജഹാൻ എന്ത് ചെയ്യുന്നു? ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി ഉണ്ട്. ഒരുപാട് പിള്ളേരെ അവിടെ നിന്ന് കയറ്റി വിടുന്നുണ്ട്. എന്നിട്ട് അവരെ എവിടെ ഇറക്കി വിടാറ്? അല്ല, ഇവ ഉദ്ദേശിച്ചത് എന്നിട്ട് നമ്മൾ ഈ പിള്ളേരൊക്കെ ഏത് രാജ്യത്ത് വിടുക? ഒരുപാട് സ്ഥലത്തുണ്ട്, UK, US, കാനഡ. ഉസ്ബെക്കിസ്ഥാൻ ഉണ്ടോ? അസർബൈജാൻ ഉണ്ടോ?
ഉണ്ട്. ഇവരൊക്കെ എപ്പോഴും എന്നെ വിളിക്കും പിള്ളേരൊക്കെയും അവരുടെ ജീവിതം രക്ഷപ്പെടുത്തിയത് ഞാനാന്നൊക്കെ പറഞ്ഞു. സോറി കേട്ടോ. എന്ത് പറ്റി? ഓ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലെന്നേ. ആർക്ക്? ഐശുവിന്. ആര്? ആക്ട്രസ് ഐശ്വര്യ. പൊന്നിയൻ സെൽവത്തിന്റെ ലോഞ്ച് ഉണ്ടേ, അപ്പോൾ പുള്ളിക്കാരത്തിന്റെ കോസ്റ്റ്യൂംസ് ഒക്കെ സെലക്ട് ചെയ്യുന്നത് ഞാനാ. എന്റെ കോസ്റ്റ്യൂം സെൻസ് പുള്ളിക്കാരത്തേക്ക് ഭയങ്കര ഇഷ്ടാ. ഇത് ആരുടെ കാര്യം പറയണേ? ഐശ്വര്യ. ഈശോയെ ഐശ്വര്യ എന്ന് മാത്രം പറയല്ലേ. ഐശ്വര്യ ലക്ഷ്മി. ഞങ്ങള് വിചാരിച്ചു ഐശ്വര്യ റായാണെന്ന്. പക്ഷെ ഇതും കൊള്ളാട്ടോ. ഐശ്വര്യ റായൊക്കെ വലിയ ആൾക്കാരല്ലേ, നമ്മളൊക്കെ പാവങ്ങളാണ്. എന്നിട്ട് പറഞ്ഞു കൊടുത്തോ? ഓ പറഞ്ഞു കൊടുത്തു, രാവിലെ പറഞ്ഞു കൊടുത്തതാ. പക്ഷെ എപ്പോഴും എപ്പോഴും വിളിക്കുന്നേ. ഈ വിക്രൊക്കെ വരുന്ന ഇവന്റ് അല്ലേ. ഞാൻ ഈ കോളൊന്ന് എടുത്തോട്ടെ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഒരു VIP കോളാണേ. ഹലോ സാബ്, കേസേ ഹേ? ഇനിയിപ്പോ ഇതാരാണോ? ഹർഭജൻ സിംഗ് ആയിരിക്കും. രാവിലത്തെ പാൻ കേക്കിന്റെ കാര്യം ചോദിക്കാനോ? അവളിനി സച്ചിൻ ടെണ്ടുൽക്കറെ വിളിക്കുന്നതിന് മുന്നേ നമുക്ക് പോയി പറഞ്ഞിട്ടേക്കാം. അതെന്തായാലും വേണ്ടി വരും. അവളെയും കൊണ്ട് റൂമിലോട്ട് പോയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇതൊരു അരപ്പിരിയാണെന്ന്. പൊന്ന് സഞ്ജു, എങ്ങനെയാണ് കറക്റ്റായിട്ട് ഇങ്ങനത്തെ ആൾക്കാർ ഇങ്ങോട്ട് തന്നെ വരുന്നേ? ആ ഇത് നിന്റെ ഫ്ലാറ്റ് അല്ലേ? ഞാനൊരു ദുരന്തം പിടിച്ച ഫ്ലാറ്റ് മുതലാളി ആയിപ്പോലടാ. സഞ്ജു, നമുക്ക് ഈ കോൺസെപ്റ്റ് അങ്ങോട്ട് മാറ്റിയിട്ട് ഇത് ഡെയിലി റെന്റിനാക്കിയാലോ? അങ്ങനെയാവുമ്പോ ഇവിടെ ഡെയിലി എന്റർടൈൻമെന്റ്. ഇങ്ങനത്തെ ഉള്ള ആൾക്കാരാണല്ലോ വന്നു പോണേ. നല്ലൊരു ഐഡിയ കേട്ടാ. മതി ഓപ്പ്. ഇനി ഞാൻ മാത്രം മതി ഇവിടെ. ആ അതും ശരിയാ. ഒരു ഫ്ലാറ്റിൽ ഒരു സിംഹം പോരെ. ഇനി ഇവിടെ ഇവിടെ സിംഹം. സിംഹത്തിനെ കാണണോടി നിനക്ക്? കരോള ക്രിസ്മസ് നടത്താൻ വന്നോ? കരോളല്ല, അവളുടെ കൊരവള്ളിയെ മുട്ടിക്കും. സഞ്ജുബായ നല്ല കലിപ്പിലാണല്ലോ. എന്റെ പൊന്നുമോനെ, വല്ലപ്പോഴേ ആച്ചാൻ കലിപ്പാവുള്ളൂ. പക്ഷെ കലിപ്പായ ഒരു പഴഞ്ചൊല്ലുണ്ടായിരുന്നല്ലോ, തൂറാത്തും നൂറും. എടാ കോപ്പേ, നിന്റെ മോന്തമേലോട്ട് ഉദ്ഘാടനം. നീ ആ ഡേറ്റിംഗ് കഞ്ഞി വന്ന ഷോ ഉണ്ടല്ലോ, അതിനെ ആസ്വദിച്ചുകൊണ്ട് പൊട്ടിക്കാൻ പറ്റിയില്ല എനിക്ക്. നിങ്ങൾ നല്ല തന്നല്ലോ. നിനക്കാ അതിന് പകുതി അടി അതിന്റെ മാലോൺ തൊട്ടിട്ടല്ലോ. ഓ അവൻ അവനെ തല്ലിയതുകൊണ്ടാ. ഈ വളത്തല്ല തിരിച്ചല്ല. നീ ആരാ? മാളുവിന്റെ ബാപ്പയാ. അയ്യേ, ഇങ്ങനത്തെ ഊളകളൊക്കെ എന്റെ അപ്പനാക്കല്ലേ. മോളെ എന്റെ അന്തല്ല എന്റെ അന്തം. അതിന്റെ എല്ലാ കൊണാവികാരം നിനക്ക് കാണാനും ഉണ്ട്. എടേ, വന്ന് കയറിയ പാഷാണത്തിന് ആദ്യം ഒഴിവാക്കണം. എന്നിട്ട് വന്ന് നമ്മളൊന്ന് അളിയാ, എന്തെങ്കിലും പറഞ്ഞാൽ അവളെ ഇവിടെ നിന്ന് നൈസായിട്ട് ഒഴിവാക്കിയേ പറ്റൂ. ഇനിയൊരു നൈസും ഇല്ല. കണ്ട തെണ്ടികൾ കൊണ്ട് കളയാനേ എൻ്റെ അതിന് സമയമില്ല. നീ ഞാൻ ചെയ്യാൻ പോകുന്നു. അവിടെ ഒരു ആയുഷും ക്രാങ്കന്നൂരും ആൾക്കാർ വെച്ചിട്ടുണ്ടാവും. ആ ഇനി ഇത് കേട്ട് ഇവള് ഇവിടെ വന്ന് കൊടുങ്ങല്ലൂർ ഭരണി തുടങ്ങിയ പൊന്നളിയാ, നമ്മളെല്ലാം കണ്ട വഴി യൂട്ടേൺ എടുത്തു ഓടേണ്ടി വരും. അതിനി വന്നു കയറിയിട്ട് എന്റെ വായ തുറക്കായിരുന്നു ആദ്യമായിരുന്നു. അവളെ കൊണ്ട് ആ റൂമിലോട്ട് കയറിയപ്പോ ഞാൻ അനുഭവിച്ച വേദന. അയ്യോ, ആരും നിർബന്ധിച്ച് വിട്ടൊന്നുമല്ലോ, സ്വന്തമായിട്ട് തള്ളിക്കറി പോയതല്ലേ. ഞാനത് ചെയ്യാൻ പാടില്ല. ഇനി എന്തായാലും വാ, നമുക്ക് നോക്കാം. ബോറടിച്ചോ? കോടികളുടെ ഡീലാണേ, കോൾ എടുക്കാതിരിക്കാൻ പറ്റില്ല. ഓ കോടി. അതിന്റെ ഇടയ്ക്ക് കുറെ മിസ് കോൾസും ഉണ്ട്. ആ അപ്പൊ ഇതും ഈ കൊടികുത്തിയ രാഷ്ട്രീയക്കാരും സിനിമാക്കാരൊക്കെ ആവൂലെ? വെള്ളാപ്പള്ളിയാ. കുഴപ്പമില്ല, ഞാൻ കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വിളിച്ചോളാം. ശ്രീനാരായണ ഗുരുവിന്റെ മിസ് കോളല്ലോ ഉണ്ടോ? ഹോ, തൻ്റെ ഒരു ഹ്യൂമർ സെൻസ് എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമായിട്ടോ സഞ്ജു. എനിക്ക് തന്നെ എന്നെ ഇഷ്ടപ്പെടാതിരിക്കുക. പേരൊക്കെ വിളിച്ചു തുടങ്ങി. ഇവളുടെ അന്ത്യം എടുക്കാറായിന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പൊ പറഞ്ഞു വന്നതേ ഇമ്പോർട്ടന്റ് കോൾ ആയിരുന്നു. ബോംബെയിലുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് ഡീലാ. ഓ ബോംബെ. അപ്പൊ ഈ ഷാർഖാന്റെ ഇവിടെ ഒക്കെ വിൽക്കാൻ കാണുക. അതിന്റെ പേര് ജന്നത്താ? മന്നത്ത് മന്നത്ത്.
ഞാൻ നോക്കട്ടെ കേട്ടോ. ഷാരൂഖ് ഖാന്റെ വീട് വിൽക്കാനാണോ? എന്തോ കോരിയോട്ടൊന്നും നോക്കുന്നുണ്ടല്ലോ. ഷാരൂഖാൻ ഈ വീടൊക്കെ വിട്ടിട്ട് എവിടെ പോയി കിടക്കും നോക്കാനോ. അപ്പൊ ഞാൻ പോയിട്ട് വിളിക്കാം കേട്ടോ. ശരി. കഥ അടച്ചേ. മാളു അതാരാന്ന്? ഏതോ ഒരു കത്തിവേഷോ. കത്തിവേഷ? ആ ഏതോ ഒരു പെൺകുട്ടിയാ. പെൺകുട്ടിയാ? ഇവിടെയാ? ഏതോ പാമ്പ് പിടുത്തക്കാരിയാ തോന്നുന്നു. പാമ്പ് പിടുത്തക്കാരിയോ? പെണ്ണോ? പിന്നെ പാമ്പ് പിടുത്തക്കാരി എന്ന് പറഞ്ഞ പെണ്ണല്ലാതെ ആണാവോടൂ. ഈ ഉറക്കപ്പിശാചി കഴുത. ഞാൻ നോക്കാം. പാമ്പുണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ കേട്ടോ. ആരാ മനസ്സിലായില്ല? ഡോണ എലിസബത്ത്. സഞ്ജയ്. ഞാൻ അപ്പാർട്ട്മെന്റ് ആഡ് കണ്ടിരുന്നു. പിന്നെ അന്ന് രാത്രി പെട്ടെന്നൊരു ട്രിപ്പായിട്ട് കുടജാത്രിക്ക് പോയി. ഇപ്പോൾ വന്ന വഴിയാ. പിന്നെ അഡ്രസ്സ് അറിയുന്നതുകൊണ്ട് പെട്ടെന്ന് പോന്നു. പിന്നെ താഴെ ചോദിച്ചപ്പോൾ സഞ്ജയുടെ പേര് പറഞ്ഞപ്പം അപ്പാർട്ട്മെന്റ് നെയിമും കിട്ടി. ആക്ച്വലി ഞാൻ ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്തിരുന്നു, അതാണ് ആഡ് ഡിലീറ്റ് ചെയ്തത്. ഓ ആണോ? അതാരാ? ആ അതെന്റെ ഫ്രണ്ടാ മാളവിക. പുള്ളിയുടെ എന്താ പറഞ്ഞേ? അത് കാര്യമൊക്കെ ഉണ്ടെന്ന് ഉറക്കപ്പിച്ചില്ല. പറയുന്നേ അത് പാമ്പ് പിടുത്തക്കാരി. എന്റെ കോല കണ്ടിട്ടാണോ? അത് അവളോടൊന്ന് ചോദിക്കണം. കാരണം ഹലോ. പാമ്പെടുത്തക്കാരി. അത് ഞാൻ ഒരു പാമ്പിന്റെ ഒച്ച കേട്ടിട്ട് ഉറങ്ങിയത്. അത് മൈൻഡ് വെച്ചോണ്ടാട്ടോ. സോറി. അത് ഈ പാമ്പിന്റെ കൂർക്കവലി കേട്ടോ. എനിവേ ഞാൻ പാമ്പിനോട് പിന്നെ പിടിക്കാൻ വേണ്ടി വന്നതല്ല. ഞാൻ അവിടെ അപ്പാർട്ട്മെന്റ് നോക്കി വന്നതാ. സഞ്ജയ് പറഞ്ഞു റൂം ഷെയറിംഗ് പ്ലാൻ എല്ലാം ക്യാൻസൽ ആക്കിയെന്ന്. എന്ത് പറ്റി? പറയാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ. അത് ഞങ്ങളായിട്ട് സിങ്ക് ആവുന്ന ഒരാളായിരുന്നു ഞങ്ങളുടെ പ്രിഫറൻസ്. അപ്പൊ ഞങ്ങൾ കുറെ പേര് ഷോർട്ട് ലിസ്റ്റ് ചെയ്താണ്. ബട്ട് ദെൻ ഒന്നും വർക്ക്ഔട്ട് ആയില്ല. സോ അല്ലടാ, ഇത് എൻ്റെ സ്പേസ് ആണ്. പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഇവൻ പിന്നെ ഒരാൾ പുറത്തുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ എപ്പോഴും ഒരു വെള്ളടിയും പരിപാടിയൊക്കെ ആയിട്ട് ഓളായിരിക്കും. പിന്നെ ഫുഡ്, ട്രാവൽ, അങ്ങനെയാണ് കോമൺ ഇൻട്രസ്റ്റ് ഒക്കെ. സോ നമ്മളായിട്ട് സിങ്ക് ആവുന്ന ഒരാളല്ലെങ്കിൽ ആൾ ഒറ്റപ്പെട്ടു. സോ ഞങ്ങൾക്ക് ഓക്വേർഡ് ആയിരിക്കും. അതാണ്. ഞാൻ പെട്ടെന്ന് സിങ്ക് ആവും. പക്ഷെ പാമ്പിനോട് നിങ്ങൾ എന്ത് ചെയ്യും? അതിനേക്കാളും വലിയ പാമ്പുകളൊക്കെ ഇവിടെ ഉണ്ട്. ആ പാമ്പ് എഴുന്നേക്കാറായോ? എഴുന്നേക്കേണ്ടതാണ്. സാധാരണ പെണ്ണുങ്ങളുടെ മണം 1 കിലോമീറ്റർ അപ്പൊന്നും പിടിക്കുന്ന ആളാ. അല്ല അതിനയാൾ ഉറങ്ങല്ലേ? ഉറക്കത്തും പിടിക്കണം 1 കിലോമീറ്റർ. ഉണർന്നിരിക്കണം അതിനേക്കാൾ അപ്പുറത്ത് പോയി പിടിക്കും. ഡേഞ്ചർ ആണോ? സാമാന്യ ഭേദപ്പെട്ട മറ്റാളോ? അവനെ കട്ടൊക്കെ പിടിച്ചേക്കും. പക്ഷെ ഇപ്പൊ കുറച്ച് ചേഞ്ച് ആയി വരുന്നുണ്ട്. അല്ല പുള്ളി എവിടെ പോയി? അവൻ ഡേറ്റിങ്ങിന് പോയി. എന്തൊക്കെയോ നടക്കുന്നുണ്ട്. പക്ഷെ മൊത്തത്തിൽ സസ്പെൻസ് ഉണ്ട് അല്ലേ? അതെ, പ്രാവശ്യം എന്തെങ്കിലും നടക്കാൻ തോന്നുന്നു. യൂഷ്വലി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കരഞ്ഞോണ്ടാ തിരിച്ചു തരാറ്. ഇവിടെ രണ്ടുപേരുടെയും ആശാനാണോ സഞ്ജയ്? ഞാനൊന്നിനുമില്ല. അയ്യോടാ, അവൻ പച്ചവെള്ളം മൂലം ചവച്ചേ കുടിക്കും. ഇവിടുത്തെ സ്റ്റേയും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ നോക്കാം. എനിക്ക് ഇവിടുത്തെ വൈബും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. നമുക്ക് ഒരെണ്ണം അടിച്ചാലോ? ഞാനോക്കെ. ഓക്കെ, ഏതാ കഴിക്കാം? ഡൈവേഴ്സ് ആയാലോ? സെറ്റ്. ഞാൻ യൂഷ്വലി വൈനേ കഴിക്കാറുള്ളൂ. ബട്ട് കോക്ടെയിൽ ആണെങ്കിൽ വല്ലപ്പോഴും ഹോട്ട് അടിക്കാറുണ്ട്. അല്ല, ഇതെപ്പോഴും സ്റ്റോക്ക് കൊണ്ട് നടക്കാറുണ്ടോ? അതിപ്പോ ഇങ്ങോട്ട് പോന്നപ്പോ എടുത്തു. ഓക്കെ, അത് നന്നായതല്ലോ. ഇനി വെറും കൈയോടെ തിരിച്ചു പോകാലോ? അത് പിന്നെ അങ്ങനെയാണല്ലോ. ഞാൻ പറഞ്ഞ സാധനം എടുത്തു തരാണെങ്കിൽ നല്ല ഉഗ്രം കോക്ടെയിൽ ഉണ്ടാക്കി തരാം. സെറ്റ്. അപ്പൊ എങ്ങനെയാ, അങ്ങോട്ട് പൊട്ടിക്കില്ലേ? പുള്ളി എന്നെ കണ്ടില്ല തോന്നുന്നുണ്ടല്ലേ?
ഇല്ലാന്ന് തോന്നുന്നു. നമുക്ക് അവനെ പഠിച്ചാലോ? ഞാൻ വിളിച്ചിരിക്കട്ടെ. ഓക്കെ. ഞാൻ അവിടെ പോയി വിളിച്ചിരിക്കാം. ഇവിടെ ഒരാളുണ്ടായില്ലേ? ഇപ്പോഴുണ്ടല്ലോ മാളു. അതല്ല, രണ്ടാള്. ആ, ഞാനും സഞ്ജു. 3 ആ 3 ഞാനും മാളു നീയും. 4 4 40. നിനക്ക് കുടിച്ചിന്റെ കെട്ടി ഇതുവരെ ഇറങ്ങിയില്ലേ? ഇല്ലാത്തതൊക്കെ കണ്ടു തുടങ്ങിയല്ലോ എന്റെ പടച്ചോനെ. ഹാലുസിനേഷൻ. ഈ കുപ്പി എവിടെ നിന്ന് വന്നടാ? ഞാൻ കൊണ്ടുവന്നെയാ. 3 ഗ്ലാസ് എന്തിനടി? നീ പിന്നെ ക്ലാസ്സിൽ ചേമ്പലിനെ പഠിക്കണേ? ഇവൻ പണ്ട് റമ്മ ചിരട്ടായി കുടിച്ച കണ്ടിട്ടുണ്ട്. അമ്മോ, അതിന് ഞാൻ കിടന്ന് ഉറങ്ങായിരുന്നില്ല. പക്ഷെ നീ ഉണരില്ലേ, അപ്പ അടിക്കില്ലേ? നിനക്ക് എന്താടാ? എടാ ഞാൻ കണ്ടതാടാ. ആരെ? ഒരു പെണ്ണ്. പെണ്ണോ? ആ, വേഷം കത്തിയാണെങ്കിലും ഭാവം ശൃംഗാരം. അതെ, എന്തെങ്കിലും ഉണ്ടെ മനസ്സിൽ തന്നെ വെച്ചാ മതി. സ്ത്രീ സൗന്ദര്യം ഇങ്ങനെ വഴിഞ്ഞു. ഓർമ്മിക്കാതടാ പ്ലീസ്. തനിക്ക് പറഞ്ഞാൽ ഇഷ്ടമാണല്ലോ, പിന്നെന്താണ്? മാളു, നീ വർണ്ണനയാ എനിക്കാ? എപ്പോ? താൻ വലിയ സാഹിത്യകാരനല്ലേ, ഇപ്പൊ എന്തിനാണോ മാനം കളിക്കുന്നത്? അതെ, ഈ വീട്ടിൽ അക്ഷരം പറയാനൊന്നും പറ്റില്ല. അതാ എനിക്ക് ഇറങ്ങി പോവാം. ഓഹോ, പണ്ട് നോട്ടി അമേരിക്കയുടെ കണ്ടന്റ് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് താൻ അവർക്ക് വേണ്ടി സ്ക്രിപ്റ്റ് എഴുതിയതല്ലേ ഒപ്പോഴും താനെ? തനിക്ക് ഓർമ്മ കാണില്ല. പച്ച കള്ള പറഞ്ഞു തെണ്ടി. താൻ എന്തിനാണോ കിടന്ന് പോണത്? തനിക്ക് തെളിവ് കാണണം. അവള് എന്നെ അപമാനിക്കാൻ വേണ്ടി കെട്ടിച്ചമച്ച കഥയാ മോള്. അല്ല, ടോണി ആ സ്ക്രിപ്റ്റ് എടുത്തുകൊണ്ട് പോയി പുസ്തകമാക്കിയിട്ട് ഇപ്പോഴും ഇവിടെ അലമാരിയിൽ ഇരിക്കുന്നുണ്ട്. എനിക്ക് കാണണോ? ചില പ്രത്യേക ആവശ്യങ്ങൾക്കായി ഞങ്ങൾ ടോണി ആ പുസ്തകം ഇപ്പോഴും ഉപയോഗിക്കാറുണ്ട്. എന്റെ പൊന്നു മോളെ, ആ ഫസ്റ്റ് പേജ് വായിച്ചാട്ടല്ലോ തൊലി ഒഴിഞ്ഞു. ടോണി വന്നല്ലോ. എടാ ടോണി. എടാ ഒന്നുമില്ല. ഇണ്ടടാ, ഉണ്ട്. ഇവന്റെ മറ്റേ തുണ്ട് പുസ്തകയിലടാ നോട്ടി അമേരിക്ക. നീ പോടാ, അതിവന് ഓർമ്മയില്ലെന്ന്. എടാ എനിക്ക് ചെറുതായിട്ട് ഓർമ്മയുണ്ട്. നീ ഇങ്ങനെ അല്ലല്ലോ എന്നോട് നേരത്തെ പറഞ്ഞേ. നീ എന്നോട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാൻ വരെ പറഞ്ഞില്ലടാ. ഞാൻ തമാശക്കറില്ല, നിന്റെയും കൂടെ വീടല്ലടാ അത്. എനിക്ക് വേണ്ട. വേണം. നിന്നെ ഞാൻ ഡൈവോഴ്സ് ചെയ്തിരിക്കുന്നു. എടാ ടോണി, നീ പോയി എടുത്തിട്ട് വാ. നീ എന്താടാ ഇത് കണ്ടിട്ട് ഞെട്ടാത്തെ? ഞാൻ പക്ഷെ ഞെട്ടാടാ. ഇടക്കിടക്ക് ഞെട്ടാൻ എനിക്ക് വട്ടൊന്നുമില്ല. വീട് കാണാൻ വന്നയാണോ? ഏത് വീട്? നീ ഇവിടെ എത്ര വീട് കാണുന്നുണ്ട്? 1. അത് തന്നെ. എന്താ പേര്? ഡോണ. ടോണി ഡോണ. എടാ നീ ഇതൊന്നും കാണുന്നില്ലേ? അതെടുത്ത് എനിക്കൊന്നും പറയല്ലേ? ഉണ്ട്. ആ എന്നാ പറ. അളിയ, ഞാനൊരു ലിവിങ് ടുഗദർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. അതൊക്കെ പിന്നെ നമുക്ക്. എന്താ പറഞ്ഞേ? ലിവിങ് ടുഗദർ. ആരുടെ കൂടെ? എന്റെ വീടെ കൂടെ. അതായത്